हरि ओम हरि ओम हरि ओम। ओम श्री गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। ओम नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमदास्य शिष्यं श्रीशङ्कराचार्यमदास्य पद्मपादं च हस्तामलगं च शिष्यं तं त्रोडगं वार्तिककारमन्यान् अस्मद्गुरून् सन्ददमानतोऽस्मि। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। हरि ओम। എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. മൂന്നാം അധ്യായം പന്ത്രണ്ടാം ശ്ലോകം ഇന്നലെ വായിച്ചു. അതിൻ്റെ കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ ആദ്യം തൊട്ട് 12ാം ശ്ലോകം വരെ ഒന്ന് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ओम श्री कृष्ण परमात्मने नमः। अथ श्रीमद्भगवद्गीतायां तृतीयोऽध्यायः कर्मयोगः। अर्जुन उवाच ध्यायसि चेत् कर्मणस्ते मता बुद्धिर्जनार्दन तत्किं कर्मणि घोरे मां नियोजयसि केशव। व्यामिश्रेणेव वाक्येन बुद्धिं मोहयसीव मे तदेकं वद निश्चित्य येन श्रेयोऽहमाप्नुयाम्। श्रीभगवानुवाच
ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി ന ഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യത്തെ യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യത്തെ നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര സഹ യജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുക് ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായൈഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. നാരായണ. അപ്പോ പ്രപഞ്ച സൃഷ്ടിയുടെ ആദിയിൽ തന്നെ മനുഷ്യരെ സൃഷ്ടിച്ചതായിട്ടുള്ള സമയത്ത് സൃഷ്ടികർത്താവ് എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു യജ്ഞ സംസ്കാരം ഉള്ളവരാക്കി ചെയ്തുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ യജ്ഞം കൊണ്ട് വൃദ്ധിയെ പ്രാപിക്കുവിൻ. ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടകാമധേനുവായി ഭവിക്കട്ടെ. നിങ്ങൾ ഈ യജ്ഞത്തെ കൊണ്ട് ദേവന്മാരെ പോഷിപ്പിക്കുവിൻ. ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. അങ്ങനെ പരസ്പരം പോഷിപ്പിക്കുന്നവരായിക്കൊണ്ട് പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുവിൻ. അടുത്ത ഇപ്പോൾ ലാസ്റ്റ് വായിച്ച 12ാമത്തെ ശ്ലോകവും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ കണക്ട് ചെയ്യാം. യജ്ഞഭാവിതരായ, യജ്ഞം കൊണ്ട് സന്തുഷ്ടരായ ദേവന്മാർ നിങ്ങൾക്ക് ഇഷ്ടങ്ങളായ ഭോഗങ്ങളെ നൽകട്ടെ. അവർ നൽകുന്നതിൽ അവരുടെ പങ്ക് അവർക്ക് കൊടുക്കാതെ ആരാണോ ഭുജിക്കുന്നത് അവർ കള്ളന്മാരാകുന്നു. ഇത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ പുരോവാച പ്രജാപതി എന്ന് പറഞ്ഞതിനോട് കൂട്ടി ചേർത്ത് പറയാം. ഈ പ്രജാപതി അഥവാ സൃഷ്ടികർത്താവ് സൃഷ്ടിയുടെ ആരംഭത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന കാര്യത്തിൽ അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുക് ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായൈഭ്യഃ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഇത്രയും വരികളെ പ്രജാപതിയുടെ വാക്കുകളായിട്ട് അന്വയിക്കാവുന്നതാണ്. കാരണം ഒരേ ആശയത്തിൻ്റെ വിവരണമാണ്. ഒരേ ആശയം കൂടുതൽ വിപുലമായി സംശയരഹിതമായി അവതരിപ്പിച്ചതാണ്. അപ്പോൾ പ്രജാപതിയുടെ വാക്കുകൾ തന്നെയാണ്. ഈ യജ്ഞം കൊണ്ട്
നിങ്ങൾ വൃദ്ധിയെ പ്രാപിക്കുവിൻ, ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടകാമധേനുവായി ഭവിക്കട്ടെ എന്ന് 10-ാം ശ്ലോകത്തിലും 11-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അനേന ദേവാൻ ഭാവയത, നിങ്ങൾ ഈ യജ്ഞം കൊണ്ട് ദേവന്മാരെ പോഷിപ്പിക്കുവിൻ, അവരെ ഭാവന ചെയ്യുവിൻ, അവരെ പ്രസാദിപ്പിക്കുവിൻ, നിങ്ങൾ അവരെ പ്ലീസ് ചെയ്യിക്കുവിൻ. ആ ദേവന്മാർ തേ ദേവാഹ വഹ ഭാവയന്തു യുഷ്മാൻ ഭാവയന്തു, നിങ്ങളെ പോഷിപ്പിക്കട്ടെ, നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ. അങ്ങനെ നിങ്ങൾ പരസ്പരം ഭാവയന്തഃ മനുഷ്യോ ദേവാഹ. യജ്ഞഭാവിതാഹ ദേവാഹ, യജ്ഞങ്ങളാൽ സന്തുഷ്ടരാക്കപ്പെട്ട ദേവന്മാർ വോ ദാസ്യന്തെ, നിങ്ങൾക്ക് നൽകും. എന്ത് നൽകും? ഇഷ്ടാൻ ഭോഗാൻ, നിങ്ങൾക്ക് അഭീഷ്ടമായ ഭോഗങ്ങളെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക വസ്തുക്കളെയെല്ലാം നൽകി ആ ദേവന്മാർ നിങ്ങളെയും സന്തോഷിപ്പിക്കും. അപ്പോൾ ഇത് ഏകപക്ഷീയമാവരുത്. അവരിങ്ങോട്ട് തരിക, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാതിരിക്കരുത്. അതാണ് തൈർ ദത്താൻ, തൈഹി ദത്താൻ അപ്രദായ ഏഭ്യഃ. തൈഹി ദത്താൻ, അവരാൽ നൽകപ്പെട്ടതിനെ, ഏഭ്യഃ അപ്രദായ, അവർക്കായിക്കൊണ്ട് പ്രദാനം ചെയ്യാതെ, അവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ, അങ്ങനെ ആരാണോ യോ ഭുങ്ക്തേ, ആര് ഭുജിക്കുന്നുവോ, ആരനുഭവിക്കുന്നുവോ, സഹസ്തേനയേവ, അവൻ സ്തേനനാകുന്നു, അവൻ തസ്കരനാകുന്നു, അവൻ കള്ളനാകുന്നു, ചോരനാകുന്നു എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഏകപക്ഷീയമായി ഒരു ഭാഗത്തേക്ക് മാത്രം ഭോഗങ്ങളെ സ്വീകരിച്ചിട്ട് തിരിച്ചു കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുന്നവൻ, ദേവന്മാർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നവൻ കള്ളനാകുന്നു എന്നർത്ഥം. ഇവിടെ ദേവന്മാരെന്ന് പറഞ്ഞത് ഒരു ഉപലക്ഷണമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദേവന്മാരെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട എല്ലാവർക്കും എന്ന് അതിൽ പെടുത്തുക. ആർക്കൊക്കെ കൊടുക്കാൻ ബാധ്യതയുണ്ടോ അവർക്കൊക്കെ കൊടുക്കുക എന്നർത്ഥമാണ്. പ്രകൃതിയിലുള്ള അതാത് ശക്തികളെ മാനിക്കുക, ആ പ്രകൃതി ശക്തികൾക്ക് ആവശ്യമായത് തിരിച്ചു കൊടുക്കുക, പ്രകൃതിയെ പോഷിപ്പിക്കുക. അതുപോലെ തന്നെ ദേവശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത ശക്തികളാണ്. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ശക്തികളാണ്. അങ്ങനെ സൂക്ഷ്മങ്ങളായ ശക്തികളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെയാണോ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്, കാരണം ശാസ്ത്രങ്ങളിൽ പൂർവീകരായിട്ടുള്ള ഋഷീശ്വരന്മാരാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അവര് ഈ സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങളൊക്കെ അറിയുന്നവരാണ്. നമുക്ക് കാണാൻ കഴിവില്ലെങ്കിലും അവർക്കതെല്ലാം കാണാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് അവർ ഇന്നവർക്ക് ഇന്നത് കൊടുക്കൂ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ആപ്തന്മാരായിട്ടുള്ള, അതിനെക്കുറിച്ച് വേണ്ട അറിവുള്ളവരായിട്ടുള്ള ആ മഹാത്മാക്കളുടെ വാക്കുകളെ നമ്മൾ ശിരസാ വഹിക്കുക, അനുസരിക്കുക. നമ്മൾ കാണുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ. ഞാൻ എൻ്റെ ബോധ്യമുള്ള കാര്യം മാത്രമേ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോൾ നമ്മുടെ തോന്നിയവാസവും അഹങ്കാരവുമാണത്. നേരെമറിച്ച് പൂർവീകരായിട്ടുള്ള നമ്മളെക്കാൾ സൂക്ഷ്മദൃഷ്ടികളായിട്ടുള്ള ആളുകൾ നമ്മളെക്കാൾ നന്നായിട്ട് സത്യാന്വേഷണം ചെയ്ത് വിചാരം ചെയ്ത് അവർ പല സത്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല. വാസ്തവത്തിൽ അവരത് നല്ലപോലെ സൂക്ഷ്മമായിട്ട് നിരീക്ഷണം ചെയ്ത് അവർ കണ്ടെത്തിയവരാണ്. അപ്പോൾ അവരെ ബഹുമാനിക്കുക. നമ്മൾ നിരീക്ഷണം ചെയ്യാൻ തയ്യാറുമല്ല, നിരീക്ഷണം ചെയ്തവരെ അംഗീകരിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നിയവാസികളാണ്, അഹങ്കാരികളാണ്. അങ്ങനെയുള്ളവർക്ക് നാശം മാത്രമാണ് ബലം. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ കള്ളന്മാരെന്നൊക്കെ പറയുന്നത്. അപ്പൊ ദേവന്മാരെന്ന് പറയുമ്പോൾ എല്ലാ ശക്തികളും, പ്രകൃതിയിലുള്ള സർവശക്തികളും, അതോടൊപ്പം തന്നെ പിതൃക്കൾ, അതോടൊപ്പം തന്നെ ഋഷീശ്വരന്മാര്, അതുപോലെ തന്നെ ചുറ്റുപാടുള്ളതായിട്ടുള്ള ജീവജാലങ്ങൾ, മറ്റ് മനുഷ്യര്. അതാണ് പഞ്ചമഹായജ്ഞം എന്ന് അതിനെ 5 യജ്ഞങ്ങളാക്കി പറഞ്ഞിരിക്കുന്നത്.
ദേവന്മാർക്ക് കൊടുക്കുന്നത് ദേവയജ്ഞം, പിതൃക്കൾക്ക് കൊടുക്കുന്നത് പിതൃയജ്ഞം, ഋഷീശ്വരന്മാർക്ക് കൊടുക്കുന്നത് ഋഷി യജ്ഞം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം, ചുറ്റുപാടുള്ള ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നത് ഭൂതയജ്ഞം, മനുഷ്യന്മാർക്ക് കൊടുക്കുന്നത് നൃയജ്ഞം അല്ലെങ്കിൽ അതിഥിയജ്ഞം. ഇങ്ങനെ 5 പ്രകാരത്തിൽ കടങ്ങളുണ്ട്. നമുക്ക് 5 ഋണങ്ങൾ ഉണ്ട്. ആ 5 ഋണങ്ങളെ തിരിച്ച് അടച്ചുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് തരുന്നതിനെ അങ്ങോട്ടും കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിലാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ആധുനിക വ്യവസ്ഥയിലുള്ളതായിട്ടുള്ള ടാക്സുകളൊക്കെ അടയ്ക്കുക. അത് രാജാവിന് കൊടുക്കാനുള്ളതാണ്, ഭരണാധികാരിക്ക് കൊടുക്കാനുള്ളതാണ്. പണ്ട് രാജാവ് എന്ന് പറയും, ഇന്നിപ്പോൾ ഭരണവ്യവസ്ഥയ്ക്ക് നമുക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നതായിട്ടുള്ള ഗവൺമെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് അതാത് കരങ്ങൾ, അതാത് നികുതികൾ. ഏതേത് കാര്യങ്ങൾക്ക് എന്തെന്ത് നികുതികൾ കൊടുക്കാനുണ്ടോ, ഏതേത് റവന്യൂസ്, ഏതേത് ടാക്സസ് നമ്മൾ അടയ്ക്കാനുണ്ടോ അതെല്ലാം പ്രോപ്പറായി അടച്ച് ശീലം ആക്കുക. അതാണ് ഇന്ന് ശീലം കുറഞ്ഞു വരുന്നത്. എവിടെയൊക്കെ ഏതൊക്കെ ടാക്സ് തട്ടിപ്പിക്കാൻ പറ്റും എന്നാണ് ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. ഏതൊക്കെ രീതിയിൽ ടാക്സ് വെട്ടിക്കാൻ പറ്റും, കൊടുക്കാതിരിക്കാൻ പറ്റും, അതിനുള്ള വഴികളും നോക്കും. അതിനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരും കാണിച്ചു തരും. ഇതാ ഇന്ന വഴിക്ക് പോയാൽ നിങ്ങൾക്ക് ടാക്സ് വെട്ടിക്കാം, അത്രയും ചിലവില്ല. അപ്പം നമ്മൾ ആ കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ല. അപ്പം അതും ഒരു കള്ളത്തരമാണ്. സ്തേനയേവ സഹ. അപ്പോൾ ആ അതാത് വ്യവസ്ഥകളെ നമ്മൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നടന്നു പോകണമെങ്കിൽ, ഈ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സുഗമമായിട്ട് നടന്നു പോകണമെങ്കിൽ നമ്മൾ കാലാകാലങ്ങളിൽ അതാത് വകുപ്പിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആ കരങ്ങൾ, ടാക്സുകൾ കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ എല്ലാം ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ എന്താ പറയുക, ആ ടാക്സിൻ്റെ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ വരെ നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തരും. എന്തിന്? വെട്ടിപ്പിനും തട്ടിപ്പിനും. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. അവർക്ക് കൈക്കൂലി കൊടുത്താൽ നമ്മുടെ ടാക്സിൽ അവർ കുറവ് ചെയ്തു തരും. പല കണക്കും കള്ളക്കണക്കാക്കി മാറ്റി ശരിക്കും യഥാർത്ഥമായി അടയ്ക്കേണ്ടതിനെ കണ്ണടച്ച് ഇത്രയും മതി എന്ന് പറഞ്ഞ് അവർ സൈൻ ചെയ്ത് നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് അടച്ചു എന്ന് അവർ വരുത്തി തീർക്കും. പുസ്തകങ്ങളിലൊക്കെ നമ്മുടെ കണക്കുകൾ ഓക്കെ ആയിരിക്കും, എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം അതിന് ഉദ്യോഗസ്ഥന്മാർ ധാരാളം ഇന്നത്തെ കാലത്ത് റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് തരാനുള്ളത് തന്നാൽ മതി, ഇത്ര പെർസെൻറ്റേജ് ഞങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ കാര്യം ഞങ്ങൾ ശരിയാക്കി തരാം. അപ്പോൾ അവരൊക്കെ മഹാകള്ളന്മാരാണ് വാസ്തവത്തിൽ. രാജദ്രോഹം ചെയ്യുന്നവർ, നികുതി കൊടുക്കാതിരിക്കുന്നവരെക്കാൾ വലിയ കൊള്ളക്കാരാണ് ഈ ഉദ്യോഗസ്ഥന്മാർ. അവരെയൊക്കെ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടതെന്ന് അറിയില്ല. അത്രയും പെരും ശിക്ഷ അവർ അനുഭവിക്കണം. അത്രയും കടുത്ത ദ്രോഹമാണ് അവർ ചെയ്യുന്നത്. അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പം ഇതൊക്കെ ഈ ദേവയജ്ഞം അല്ലെങ്കിൽ ദേവന്മാർക്ക് കൊടുക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ട് ആനുകൂല്യങ്ങൾ മേടിച്ചാൽ മാത്രം പോരാ, കൊടുക്കാനുള്ളത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളതായിട്ടുള്ള വ്യവസ്ഥ എല്ലാ കാലത്തും എന്താ പറയുക, സൃഷ്ടിയുടെ ആദ്യം മുതൽക്കേ ഇവിടെ സൃഷ്ടികർത്താവ് തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് എല്ലാവരും അനുസരിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിതം സുഗമമായിരിക്കും, ഈ ലോകം സ്വർഗമായിരിക്കും. പക്ഷെ അതിലാണ് ആൾക്കാർ സ്വാർത്ഥത വന്ന് കൊടുക്കേണ്ടതിലൊക്കെ കുറവുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ദേവന്മാർക്ക് കൊടുക്കുന്നത് യഥാസമയം കൊടുക്കുന്നില്ല, പിതൃക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, ബ്രഹ്മയജ്ഞം തീരെയില്ല, മറ്റ് ഭൂതങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, അതിഥിയജ്ഞം ഒട്ടുമില്ല. ഇപ്പോൾ എന്ത് ഞാൻ സമ്പാദിച്ചാലും അതെനിക്ക് മാത്രം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുണ്ടെങ്കിൽ മക്കളും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് സുഖം തരുന്ന ആൾക്കാരും, അവരൊക്കെ സുഖം തരുന്നത് വരെയുള്ളൂ. അവരെന്തെങ്കിലും ദുഃഖം തരാൻ തുടങ്ങിയാൽ അവരൊന്നും എനിക്ക് വേണ്ട.
അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ സങ്കുചിത ചിന്ത. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പഴയ തലമുറകളിൽ നിന്ന് നമ്മൾ ഒരുപാട് അധപ്പതിച്ചു. ഇന്നത്തെ തലമുറകൾ സത്യസന്ധമായിട്ട് അവനവൻ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യ കർമ്മങ്ങൾ, അവനവൻ കൊടുക്കേണ്ടതായിട്ടുള്ള കടങ്ങൾ എല്ലാം വീട്ടുക എന്നുള്ള ആ ഒരു സംസ്കാരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെയുള്ളൊരു എന്താ പറയുക, ഉദാത്തമായിട്ടുള്ളൊരു പ്രതീകമാണ് നമ്മുടെ ശ്രീധരൻജിയെ പോലെയുള്ള മാതൃകകൾ, അല്ലേ? അദ്ദേഹം എല്ലാ കാര്യത്തിലും പരിപൂർണമായിട്ടുള്ള സത്യസന്ധതയും പറയുന്ന വാക്കുകൾ പാലിച്ചുകൊണ്ടും കൃത്യനിഷ്ഠയോടും എല്ലാ കാര്യത്തിലും ആ ധർമ്മം പരിപൂർണമായി അനുഷ്ഠിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് എത്ര സമയം വേണമെന്ന് പറഞ്ഞാൽ ആ സമയത്തിന് മുന്നേ പണി തീർക്കുക, എത്ര രൂപ അതിന് ചിലവാകുമെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ചിലവാക്കി കാണിച്ച് ബാക്കിയുള്ളത് തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുക. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ പാലാരിവട്ടം പാലം പുതുക്കി പണിത് കൊടുത്തത് സർക്കാരിന് 10 പൈസ ചിലവില്ലാതെയാണ്, ഫ്രീ ആയിട്ടാണ്, പൂർണ്ണമായിട്ടും ഫ്രീ. അതിൻ്റെ കാരണം അതിനു മുമ്പ് അദ്ദേഹത്തിന് കൊച്ചി മെട്രോ അതിൻ്റേതായിട്ടുള്ള കുറേ വർക്കുകൾ, അതിൻ്റെ പാലങ്ങൾ പലതും ചെയ്തതിൽ ബാക്കി എത്രയോ കോടികൾ ഉണ്ടായിരുന്നു. അതിൽ കോൺട്രാക്റ്റിലുള്ള എമൗണ്ടിൽ ബാക്കി വന്ന കോടികൾ, ആ കോടികളിൽ നിന്നാണ് അദ്ദേഹം ഇത് പണിതിട്ട് പിന്നെയും ബാക്കിയായതിനെ സർക്കാരിലേക്ക്, കേരള സർക്കാരിലേക്ക് തിരിച്ച് ചെക്കായിട്ട് കൊടുത്തു അദ്ദേഹം. അപ്പോൾ സർക്കാരിന് അത് വരവ് വയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആ ചെക്കിനെ തിരിച്ച് DMRCക്ക് തന്നെ കൊടുത്തു എന്നാണ്. DMRC, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ, അതൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ചീഫായിട്ടാണ്, ചെയർമാനായിട്ടാണ് ഇത്രയും കാലം ശ്രീധരൻജി ഉണ്ടായിരുന്നത്. മാർച്ച് 5-ാം തീയതി വരെ അദ്ദേഹം അതിൻ്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചിരുന്നു. മാർച്ച് 5 പാലാരിവട്ടം പാലത്തിൻ്റെ ഹാൻഡ് ഓവർ ചെയ്തതോടുകൂടി അദ്ദേഹം ആ സ്ഥാനത്തുനിന്ന് പടിയിറങ്ങി. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, മെട്രോ റെയിലിൻ്റെ, കൊച്ചി മെട്രോ റെയിലിൻ്റെ പല പാലങ്ങളുടെയും പണിയുടെ കോൺട്രാക്റ്റിൻ്റെ പൈസയിൽ എത്രയോ കോടികൾ ബാക്കിയായതിൽ നിന്ന് കുറച്ച് കോടികൾ, 4-5 കോടികൾ ചെലവാക്കിയിട്ടാണ് പാലാരിവട്ടം പാലം പൂർണ്ണമായി പെട്ടെന്ന് വൃത്തിയാക്കി കൊടുത്തത്. 5 മാസം 10 ദിവസത്തിൻ്റെ ഉള്ളിൽ പണി കഴിപ്പിച്ചു കൊടുത്തത്. എല്ലാ ഗ്യാരണ്ടിയോടുകൂടി, 100 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി, 100 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ പണി. 100 വർഷത്തേക്ക് അതിനൊരു കേടും വരില്ല എന്നുള്ളതായിട്ടുള്ള രീതിയിൽ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ കഴിച്ചിട്ടാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ആര് ചെയ്യും? അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ മെട്രോ റെയിലിൻ്റെ പാലത്തിൻ്റെ പണം ബാക്കിയുണ്ടായിരുന്നതും കേരള ഗവൺമെൻറ്റിലേക്ക് ചെക്കായിട്ട് കൊടുത്തപ്പോൾ തിരിച്ച് അദ്ദേഹത്തിന് തന്നെ കൊടുത്തു. അത് മെട്രോ റെയിലിനുള്ള ലാഭമായിട്ട്, ഏത് മെട്രോ, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനുള്ള ലാഭമായിട്ട് തിരിച്ചു കൊടുത്തു. കണക്ക് വയ്ക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രീതികൾ. കാണിച്ചു കൊടുക്കണം, മാതൃക കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഇന്ന് കേരളത്തിൽ ഓരോ പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ 10 രൂപ ചെലവാക്കേണ്ടടുത്ത് 100 രൂപ ചെലവാക്കിയിട്ടാണ് നമ്മുടെ കേരള സർക്കാർ ഓരോന്നും ചെയ്യുന്നത്, ദൂർത്തടിക്കുന്നത്. കാരണം അതിന് പലർക്കും കമ്മീഷൻ പോകണം. എന്നിട്ട് പണി നേരെയാവുണ്ടോ, സമയത്തിനാവോ, നേരാവോ, ഒന്നുമില്ല. സമയം പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി സമയം എടുക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ കുറേ കാശ് കൂടുതൽ മേടിക്കും. ഇത്ര രൂപ കൂടുതലായി ഇന്ന കാരണങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ നിന്ന് പിന്നെയും അഡീഷണൽ എഴുതി മേടിക്കലാണ് സാധാരണ പതിവ്. ഇവിടെ കോൺട്രാക്റ്റ് കൊടുത്തത് തന്നെ അതിൽ തന്നെ കുറച്ച് ചെയ്തിട്ട് ബാക്കി ഇതാ പിടിച്ചോളൂ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഉള്ള തലമുറകളില്ല ഇപ്പം അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അത്ഭുതമാണ് അദ്ദേഹം.
എങ്ങനെയെങ്കിലും പരമാവധി ലാഭം ഉണ്ടാക്കാനാണ് എല്ലാവരും നോക്കുക. ഒരു 10 രൂപയുടെ പണിക്ക് 100 രൂപ പറഞ്ഞ് 90 രൂപ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും. അങ്ങനെയുള്ളിടത്താണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു ജനുസ്സുകളാണ്, അതൊക്കെ ഈ പറഞ്ഞ ഭഗവത്ഗീതയുടെ സന്തതികളാണ്, ഭഗവത്ഗീതയുടെ മൂർത്തികളാണ്. കർമ്മയോഗത്തിൻ്റെ, കർമ്മയോഗിയുടെ ഒരു എന്താ പറയുക, ഒരു നല്ല എക്സാമ്പിളാണ്. ദിവസവും ഭഗവത്ഗീത ഒരധ്യായമെങ്കിലും വായിക്കാതിരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാഗവതവും ഒരധ്യായവും വായിക്കും. അപ്പോൾ ഭഗവത്ഗീതയും ഭാഗവതവും നിത്യവും വായിക്കുന്ന ഒരാളാണ്. അതിൻ്റെയും കൂടി ഗുണമാണ്. 1960കളിൽ ചിന്മയാനന്ദ സ്വാമികളുടെ പ്രഭാഷണം കേട്ടിട്ടാണ് അദ്ദേഹം ഗീതയിലേക്ക് ആകൃഷ്ടനായത്. അപ്പോൾ അന്ന് തൊട്ട് ഗീത അദ്ദേഹത്തിന് വഴി കാണിച്ചു. അപ്പോൾ നോക്കൂ, അങ്ങനെയുള്ള മാതൃകകൾ ഇപ്പോൾ ലോകത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണം. നമുക്ക് അവരെയൊക്കെ കാണുമ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ നമുക്കുണ്ടാവണം. മറ്റുള്ള ഇന്നത്തെ വളർന്നു വരുന്ന തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരാൾ, അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകൾ പോലും പ്രശംസിക്കുന്ന, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം പോലും ശ്രീധരൻജിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടുല്ലോ. പല ഫേസ്ബുക്കിൽ കടന്ന് കളിക്കുന്നുണ്ട്, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അബ്ദുൽ കലാമിൻ്റെ ശ്രീധരൻജിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള അബ്ദുൽ കലാമിനെ പോലെയോ ശ്രീധരൻജിയെ പോലെയുള്ളതായിട്ടുള്ള ജനുസ്സുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലം. എന്തിനും ഏതിനും നുണ പറയും, കളവ് പറയും, വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടം, തോന്നിയവാസികളുടെ, അഹങ്കാരികളുടെ കൂട്ടം. അതിൽ നിന്ന് നമുക്ക് മാറ്റം വരണം. നമ്മളെ എങ്ങനെയാക്കിയത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഉപഭോഗ സംസ്കാരം, അത് വിദേശത്തുനിന്ന് വന്നതാണ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം അത് നമ്മളെ നശിപ്പിച്ചു. മൂല്യങ്ങളൊന്നുമില്ലാത്ത വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായിട്ടുള്ള പരിഷ്കരണം ഉണ്ടാവണം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം വരണം. നമ്മുടെ ഭഗവത്ഗീതയിലെ മൂല്യങ്ങൾ, സനാതനധർമ്മ മൂല്യങ്ങൾ, അതെല്ലാം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അഭ്യസിപ്പിക്കണം. കൗമാരേ ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ എന്ന് രാവിലെ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ വായിച്ചു. കൗമാരത്തിൽ തന്നെ കുട്ടികൾ ഭാഗവത ധർമ്മങ്ങളെ ആചരിച്ച് ശീലിക്കണം. കുട്ടിക്കാലത്ത് തന്നെ അതിൻ്റെ പാഠങ്ങൾ കൊടുക്കണം. അതൊക്കെ നമുക്ക് ഇല്ലാതായതിൻ്റെ ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ തൈർദത്താൻ അപ്രദായ ഏഭ്യഃ യോ ഭുങ്ക്തേ സ്തേനയേവ സഹ. ആരാണോ നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് ലഭിക്കുമ്പോൾ അതിൻ്റെ അങ്ങോട്ട് കൊടുക്കേണ്ട അംശം നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ വലിയ കള്ളന്മാരാകുന്നു. നമുക്ക് ഭാഷ്യത്തിലൂടെ നോക്കാം. ഇഷ്ടാൻ അഭിപ്രേതാൻ ഭോഗാൻ ഹി വോ യുഷ്മഭ്യം ദേവാഹ ദാസ്യന്തേ വിതരിഷ്യന്തി സ്ത്രീ പശുപുത്രാദീൻ യജ്ഞഭാവിതാഹ യജ്ഞൈഃ വർദ്ധിതാഹ തോഷിതാഹ ഇത്യർത്ഥഃ. തൈഃ ദേവൈഃ ദത്താൻ ഭോഗാൻ അപ്രദായ അദത്വാ ആനൃണ്യം അകൃത്വാ ഇത്യർത്ഥഃ. ഏഭ്യോ ദേവേഭ്യഃ യോ ഭുങ്ക്തേ സ്വദേഹേന്ദ്രിയാണി ഏവ തർപ്പയതി സ്തേന ഏവ തസ്കര ഏവ സഹ ദേവാദിസ്വ അപഹാരി. അപ്പോൾ ഇഷ്ടാൻ എന്നുള്ളതിന് അഭിപ്രേതാൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത്, നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ച് എന്നുള്ള അർത്ഥത്തിലാണ്. ആഗ്രഹം അനുസരിച്ചുള്ളതായിട്ടുള്ള ഭോഗങ്ങളെ ഹി നിശ്ചയമായും വോ എന്നുള്ളതിനൂടെ യുഷ്മഭ്യം എന്ന് നിങ്ങൾക്കായിക്കൊണ്ട് എന്ന് ചതുർത്ഥി. കാരണം ദാസ്യന്തേ എന്നുള്ള ക്രിയയാണല്ലോ. നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ നൽകൽ ആർക്കായിക്കൊണ്ട് എന്നാണ്. അപ്പോൾ ചതുർത്ഥി വിഭക്തി വേണം. അതാണ് യുഷ്മഭ്യം, നിങ്ങൾക്കായിക്കൊണ്ട്
ദേവാഹ ദാസ്യന്തേ വിതരിഷ്യന്തി. ദേവന്മാർ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നു, വിതരണം ചെയ്യും എന്ന് പറയുന്നത്. ദാസ്യന്തേ എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതിൻ്റെ അർത്ഥവും ഇവിടെ വിതരിഷ്യന്തി, വിതരണം ചെയ്യും എന്ന് ഫ്യൂച്ചറിൽ പറഞ്ഞു. എന്തൊക്കെയാണ് ഇഷ്ടാഭോഗങ്ങൾ? പണ്ടുകാലത്ത് ആചാര്യ ഭഗവത്പാദരുടെ കാലത്ത് സ്ത്രീ പശു പുത്രാദീൻ എന്ന് പറഞ്ഞു. വിവാഹത്തിൽ സ്ത്രീകളെ വേണ്ടവർക്ക് സ്ത്രീകള് പശു മുതലായിട്ടുള്ള വീട്ടിൽ അല്ലേ ആവശ്യത്തിനുള്ള ധനത്തിൻ്റെ പ്രതീകമാണ് പശു മുതലായത്. ഇന്നാണെങ്കിൽ പശുവിന് പകരം വാഹനങ്ങൾ മുതലായത് അല്ലേ, കാറ്, വലിയ വലിയ വാഹനങ്ങൾ, ഇതൊക്കെ കപ്പലും വിമാനവും ഒക്കെ ആവാം സ്വന്തമായിട്ട്. അതാണ് ഇവിടെ പശു ശബ്ദം കൊണ്ട്. പുത്രാദീൻ, പുത്രന്മാര് മുതലായത്. അപ്പോൾ എല്ലാ ഐഹിക സുഖത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം സ്ത്രീ പശു പുത്രാദീൻ വിതരിഷ്യന്തി. എങ്ങനെയുള്ള ദേവന്മാര്? യജ്ഞഭാവിതാഹ യജ്ഞൈഹി വർദ്ധിതാഹ തോഷിതാഹ ഇത്യർത്ഥഃ. യജ്ഞങ്ങളാൽ വർദ്ധിക്കപ്പെട്ടവർ അഥവാ തോഷിപ്പിക്കപ്പെട്ടവർ, സന്തുഷ്ടരായവർ. നിങ്ങൾ അങ്ങോട്ട് ചെയ്യേണ്ടത് ചെയ്തപ്പോൾ അവർ നിങ്ങളിൽ സന്തോഷിച്ചു. അങ്ങനെ സന്തുഷ്ടരായ ദേവന്മാർ നിങ്ങൾക്കും ആവശ്യത്തിനുള്ളതെല്ലാം, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നു, വിതരണം ചെയ്യുന്നു. തൈഹി ദേവൈഹി ദത്താൻ ഭോഗാൻ. ആ ദേവന്മാരാൽ നിങ്ങൾക്ക് നൽകപ്പെട്ടതായിട്ടുള്ള ഭോഗങ്ങളെ അപ്രദായ, അപ്രദായ കൊടുക്കാതെ എന്നാണ്. അതിന് അദത്വ, അദത്വ അവർക്ക് കൊടുക്കാതെ. ഇവിടെ പറയുന്നു ആനൃണ്യം അകൃത്വ ഇത്യർത്ഥഃ. ആനൃണ്യം അകൃത്വ. ആനൃണ്യം എന്ന് പറഞ്ഞാൽ ഋണം ഇല്ലാത്ത അവസ്ഥ, കടമില്ലാത്ത അവസ്ഥയാണ് ആനൃണ്യം. അപ്പോൾ അത് അകൃത്വ എന്ന് പറഞ്ഞാലോ കടം വീട്ടാതെ എന്നർത്ഥം. വീട്ടേണ്ട കടത്തെ വീട്ടാതെ എന്നർത്ഥം. അപ്പൊ നമ്മൾ കടം വീട്ടണം. നമുക്ക് കടമുണ്ട്, ആ കടം വീട്ടാതെ നമ്മൾ ഭുജിക്കുകയാണെങ്കിൽ ഏഭ്യഃ ദേവേഭ്യഃ യോ ഭുങ്ക്തേ, ഈ ദേവന്മാർക്ക് കൊടുക്കാതെ ആരാണോ ഭുങ്ക്തേ, ഇവിടെ ഭുങ്ക്തേ എന്നുള്ളതിന് സ്വദേഹേന്ദ്രിയാണിയേവ തർപ്പയതി, അവനവന്റെ ദേഹവും ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സ്വാർത്ഥരായി സ്വന്തം കാര്യം മാത്രം നോക്കുന്നുവോ, സ്വന്തം തൃപ്തി മാത്രം നോക്കുന്നുവോ, സ്തേനയേവ തസ്കരയേവ സഹ, അവൻ തസ്കരൻ തന്നെയാകുന്നു, സംശയമില്ല എന്നർത്ഥം. ദേവാദിസ്വാപഹാരി, അവൻ ദേവസ്വാദി അപഹാരിയാണ് എന്നർത്ഥം. ദേവസ്വം എന്ന് പറഞ്ഞാൽ, ദേവാദിസ്വം എന്ന് പറഞ്ഞാൽ ദേവന്റേത് ദേവസ്വം, ബ്രാഹ്മണരുടേത് ബ്രഹ്മസ്വം. അങ്ങനെ ഓരോരുത്തർക്ക് ചേർന്നത് അവരവരുടേതായിട്ടുള്ള സ്വത്ത്. ആ സ്വത്തിനെയൊക്കെ അപഹരിക്കുന്നവൻ തന്നെയാണ്. ദേവന്മാരുടെ സ്വത്തിനെ അപഹരിക്കുന്നവൻ ദേവസ്വാപഹാരി. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരുകളൊക്കെ ദേവസ്വാപഹാരികളാണ്. കേരളം ഭരിക്കുന്ന സർക്കാരുകളൊക്കെ ദേവസ്വാപഹാരികളാണ്. അവിടെയുള്ള മന്ത്രിമാരും ദേവസ്വം മെമ്പർമാരും ഒക്കെ അപഹരിക്കൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അവർക്ക് കൂട്ടുനിൽക്കുന്നവരൊക്കെ ദേവസ്വാപഹാരികൾ. അതുപോലെ ബ്രാഹ്മണർക്ക് അർഹതപ്പെട്ടത് ബ്രഹ്മസ്വം. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും അർഹതപ്പെട്ടതിനെയൊക്കെ അപഹരിക്കുന്നവർ ദേവാദിസ്വ അപഹാരി. അപ്പൊ അപഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരം തന്നെയല്ലേ. അപ്പൊ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നതും അപഹാരം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നത് ഒരു തരം കളവ് തന്നെയല്ലേ, അപഹാരം തന്നെയല്ലേ. ആ ടാക്സ് കൊടുക്കാതിരിക്കുന്നത് പോലെ തന്നെയാണ് ദേവന്മാർക്കും പിതൃക്കൾക്കും ഋഷിമാർക്ക് കൊടുക്കേണ്ടതും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കാതെ നമ്മൾ അവരെ വഞ്ചിക്കുമ്പോൾ അതൊരു തരം കളവ് തന്നെയാണ്, തസ്കരന്മാർ തന്നെയാണ്. അവരെയൊക്കെ കാരാഗൃഹത്തിലിട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കണം, കഴുമരത്തിൽ കയറ്റണം, വലിയ ഗുരുതരങ്ങളായിട്ടുള്ള തെറ്റുകളൊക്കെ ചെയ്താൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ചിന്തയില്ലാതെ, ഭയമില്ലാതെ, ലജ്ജയില്ലാതെ, സെൻസിറ്റിവിറ്റി ഒട്ടും ഇല്ലാതെ സ്വാർത്ഥരായി 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 മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലജ്ജയും ഇല്ല, ഒരു മടിയും ഇല്ല. ഞാൻ സമ്പാദിച്ചത് എനിക്ക് മാത്രം, ഞാൻ സമ്പാദിച്ചത് എൻ്റെ ദേഹപുഷ്ടിക്ക്, അത് കഴിഞ്ഞ് എൻ്റെ ദേഹത്തെ സുഖിപ്പിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മനസ്സിന് സുഖം തരുന്ന എൻ്റെ മക്കൾക്ക്, എന്നെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ ചുറ്റുപാടുള്ള ബന്ധുക്കൾക്ക്, അതിൽ കൂടുതൽ ആർക്കും ഇല്ല.
ബന്ധുക്കൾക്ക് പോലും കുറവേ ഉള്ളൂ. ഇപ്പൊ ബന്ധുക്കളുടെയൊക്കെ അടുപ്പം കുറഞ്ഞു. സ്വന്തം സഹോദരങ്ങൾക്ക് പോലും ഒന്നും കൊടുക്കില്ല. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, മക്കളില്ലെങ്കിൽ ഞാനും ഭാര്യയും, അല്ലേ? എനിക്ക് സ്വർണ്ണ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഒരു തട്ടാനും വേണം, ഇത്രേ വേണ്ടൂ. ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും മാത്രം മതി ഈ ലോകത്ത്. അങ്ങനെയായി തീർന്നിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ ഈ ഒരു ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ യജ്ഞ സംസ്കാരത്തിൽ നിന്ന് എത്രയോ താഴേക്ക് പതിച്ചതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും ഇപ്പോൾ സാധിക്കുന്നില്ല. ഈ തലത്തിലേക്ക് ഉയരാനോ, അത് എത്ര ദൂരം, എത്ര വിദൂരം എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇത് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നാണ് നമ്മുടെയൊക്കെ ആ ഒരു ശങ്ക. കാരണം നമ്മൾ ഒരുപാട് താഴേക്ക് വന്നു. അവിടുന്ന് ചിന്തിക്കുക, കുറച്ചായിട്ടെങ്കിലും പതുക്കെ നമുക്ക് കയറാൻ നോക്കാം. മുകളിലേക്ക് കുറച്ചായിട്ടെങ്കിലും നമുക്ക് അള്ളിപ്പിടിച്ച് കയറാൻ നോക്കാം. അല്പാൽപമെങ്കിലും കൊടുത്തു തുടങ്ങൂ. അല്പാൽപമെങ്കിലും കൊടുത്തു തുടങ്ങൂ. സ്വന്തം അച്ഛനമ്മമാർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു തുടങ്ങൂ. പിതൃക്കൾക്കുള്ളത് കൊടുക്കൂ. മരിച്ചുപോയ പിതൃക്കൾക്കുള്ളതും തർപ്പണാദികൾ, ശ്രാദ്ധാദികൾ ഒക്കെ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ, ഒക്കെ ചെയ്യാതെ ആയിട്ടുണ്ടെങ്കിൽ, മടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ കുറച്ചെങ്കിലും കൊടുക്കൂ. വർഷത്തിലൊരു ശ്രാദ്ധമെങ്കിലും കഴിക്കൂ. എല്ലാ അമാവാസി തോറും ബലി കഴിക്കേണ്ടതാണ്. എല്ലാ അമാവാസിയിലും ബലി തർപ്പണം ചെയ്യേണ്ടതാണ്. അത് നിവൃത്തിയില്ലെങ്കിൽ വർഷത്തിലൊരു ശ്രാദ്ധമെങ്കിലും ആചരിച്ച് ശീലിക്കൂ. ഏകോദ്ദിഷ്ട ശ്രാദ്ധം, ആ ഒരു പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ശ്രാദ്ധം, വർഷം തോറും ചെയ്യുന്നതായിട്ടുള്ള ശ്രാദ്ധം. മറ്റത് അമാവാസി തോറും ഒക്കെ ചെയ്യുന്നത് ബഹുദ്ദിഷ്ട ശ്രാദ്ധം. ബഹുദ്ദിഷ്ടം പലരെ ഉദ്ദേശിച്ചുകൊണ്ട്, മരിച്ചുപോയ പിതൃക്കളെ മുഴുവൻ സങ്കല്പിച്ചുകൊണ്ട്, പല തലമുറകളെ, 21 തലമുറകളെ വരെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അമാവാസി തോറും ചെയ്യുന്നതായിട്ടുള്ള ശ്രാദ്ധങ്ങൾ. അത് എന്താ പറയുക, എല്ലാവർക്കും പട്ടിണി കിടക്കാതിരിക്കാനുള്ളതാണ്. മറ്റത് നമ്മൾ ഒരു പ്രത്യേക ഒരാളുടെ ആണ്ടുബലി ചെയ്യുമ്പോൾ അയാൾക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം കിട്ടുന്നുള്ളൂ. നമ്മുടെ അച്ഛൻ്റെ ശ്രാദ്ധം നടത്തുമ്പോൾ അച്ഛന് മാത്രമേ ഉള്ളൂ, അമ്മയുടെ നടത്തുമ്പോൾ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. ഏകോദ്ദിഷ്ട ശ്രാദ്ധം. മറ്റത് അമാവാസി തോറും നടത്തുമ്പോഴാണ് എല്ലാ പിതൃക്കൾക്കും കിട്ടുന്നത്. അങ്ങനെ പിതൃക്കളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴേ നമുക്ക് സന്തതികൾ ഉണ്ടാകുള്ളൂ എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കുടുംബത്തിൽ സന്തതികൾ കുറഞ്ഞു വരാൻ കാരണം പിതൃക്കൾക്ക് ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല. പിതൃക്കളുടെ ശാപം കൊണ്ടാണ് ഗൃഹങ്ങളിൽ സന്തതികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത്, കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത്. കാരണം എന്താ? പിതൃക്കൾ ശപിക്കണം, അവർക്ക് നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്കും കിട്ടാതെ പോകട്ടെ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ താപം നിങ്ങളും അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് അവരവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് തപിച്ചാൽ പിന്നെ നമുക്ക് സന്തതികളില്ലാതെ നമുക്കാര് തരും? അപ്പൊ നമുക്കും തരാൻ ആളുണ്ടാവില്ല. അവരുടെ താപമാണത്. അവരവിടെ ഇരുന്ന് തപിക്കുകയാണ്, അവർക്ക് കിട്ടാനുള്ളത് കിട്ടാതിരിക്കുമ്പോൾ. ഇതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ സൂക്ഷ്മങ്ങളാണ്. ഇത് നമുക്ക് എന്താ പറയുക, പ്രൂവ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് പ്രൂഫ് ആവുന്നുണ്ട്, അനുഭവങ്ങളിൽ നിന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. അനുഭവങ്ങളാണ് ഇവിടെ സാക്ഷ്യം. അല്ലാതെ വേറെ നമുക്ക് എവിഡൻസ് ഒന്നും കൊണ്ട് പ്രൂവ് ചെയ്യാൻ, സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതല്ല ഇത് യുക്തി കൊണ്ട് മാത്രമേ അനുമാനിച്ച് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഭൗതികമായിട്ട് ഏതെങ്കിലും ഒരു എവിഡൻസ് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ശപിച്ചോ, മുത്തശ്ശൻ ശപിച്ചോ, അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ അതൊന്നും തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കിപ്പോൾ അനുഭവമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണമില്ല. ഉണ്ടായിട്ടുള്ളത് പോലും 1 or 2 ഉണ്ടെങ്കിൽ പോലും അനുഭവത്തിൽ നമുക്ക് പ്രയോജനമില്ല. അതും കാണുന്നില്ലേ? ഉള്ളത് പ്രയോജനമുണ്ടോ? ഒക്കെ വിദേശത്ത് എവിടെയെങ്കിലും ഒക്കെ പോയി കിടക്കുകയല്ലേ. നമുക്ക് ഒരു സുഖമില്ലാതിരിക്കുമ്പോൾ അയൽവാസികൾ വേണം നമ്മളെ
കൊണ്ടുപോകാൻ. ആശുപത്രിയിൽ പോയിട്ട് നമുക്ക് കാവലിരിക്കാൻ അയൽവാസികൾ വേണം. റെസിഡൻഷ്യൽ അസോസിയേഷനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം അതിനു വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തും സ്വന്തം മക്കള് എവിടെയെങ്കിലും വിദേശത്ത് പോയി കിടക്കുമ്പോൾ അടുത്തുള്ള റെസിഡൻഷ്യൽ അസോസിയേഷൻ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ ചെറുപ്പക്കാരെങ്കിലും ഒക്കെ ഓടി വന്ന് വേണം നമ്മളെ ആശുപത്രിക്ക് കൊണ്ടുപോകാനും, അഡ്മിറ്റ് ആക്കിയാൽ അവിടെ കിടക്കേണ്ടി വന്നാൽ കൂടെ ഇരിക്കാനും. ഇനി എന്തിന്, മരിച്ചാൽ ശവസംസ്കാരം വരെ ചെയ്യാൻ ഈ പറഞ്ഞ അസോസിയേഷൻ തന്നെ വേണ്ടിവരും. അല്ലെങ്കിൽ NSSO SNDPയോ ബ്രാഹ്മണ സഭയോ അതുപോലെയുള്ളതായിട്ടുള്ള സമൂഹങ്ങൾ വേണം. അപ്പോഴും ചിലപ്പോൾ മക്കൾ സമയത്തിന് എത്തിയെന്ന് വരില്ല. മക്കൾ പറയും ഒക്കെ വീഡിയോ എടുത്തിട്ട് അയച്ചാൽ മതി, ഞങ്ങൾക്കിപ്പോൾ ലീവില്ല, വരാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും അനുഭവമാകുന്നുണ്ട്. ഇപ്പം നമ്മൾ അനുഭവമാകുന്നുണ്ട്, തെളിവാണിതൊക്കെ. പിതൃക്കളുടെ ശാപം എന്നുള്ളത് അനുഭവമാകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് കടം കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അനുഭവം നമുക്ക് വന്നു ചേരും അവരുടെ ശാപം കൊണ്ട്. അപ്പോൾ തസ്കര ഏവസഹ, അപഹാരി, കള്ളന്മാരാണ്. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് കുറച്ച് കൊടുത്ത് ശീലിക്കാം. കുറച്ച് കൊടുത്ത് ശീലിക്കുമ്പോൾ പിന്നെ കൈയൊന്ന് അയയും, കൈയൊന്ന് നീളും. ഇതുവരെ കൊടുക്കാത്തതുകൊണ്ട് കൈ അനങ്ങുന്നില്ല, കൈ മുറുക്ക പിടിച്ചിരിക്കുകയാണ്, സങ്കുചിത ഭാവമാണ്. കുറച്ചായിട്ട് കൊടുത്തു നോക്കൂ, ഒരു വാമപ്പാവും. അപ്പോൾ പതുക്കെ നീളാൻ തുടങ്ങും കയ്യ്. അതാണ് വേദത്തില് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും കൊടുക്കും എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ധാർമ്മികമായിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ പറഞ്ഞു. ശ്രദ്ധയാദേയം അശ്രദ്ധയാ അദേയം, ശ്രിയാദേയം ഹ്രിയാദേയം, ഭിയാദേയം സംവിദാദേയം. എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ നിയമം പറഞ്ഞു. ദേയം 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 എന്ന് പറഞ്ഞാൽ മസ്റ്റ് ഗീവ്, കർത്തവ്യതയാ ദേയം. നമ്മുടെ കർത്തവ്യമാണ് എന്നുള്ള ബോധത്തോടുകൂടി കൊടുക്കണം. ശ്രദ്ധയാദേയം, ശ്രദ്ധയോടുകൂടി കൊടുക്കണം, കരുതലോടുകൂടി കൊടുക്കണം, ഭക്തിയോടുകൂടി കൊടുക്കണം. അശ്രദ്ധയാ അദേയം, കരുതലില്ലാതെ, ശ്രദ്ധയില്ലാതെ, ഭക്തിയില്ലാതെ, കാഷ്വലായിട്ട് അവജ്ഞയോടുകൂടി ഒന്നും കൊടുക്കരുത്. അശ്രദ്ധയാ അദേയം. ശ്രീയാദേയം, ശ്രീയോടുകൂടെ നിറയെ കൊടുക്കണം എന്നർത്ഥം. വാരിക്കോരി കൊടുക്കണം, കിട്ടുന്നവർക്ക് സന്തോഷമാകണം. ശ്രീയാദേയം. ഹ്രിയാദേയം, കൊടുക്കുന്നവനാണ് ലജ്ജ വേണ്ടത്. ഹ്രി എന്നാൽ ലജ്ജ. അപ്പൊ കൊടുക്കുന്നവന് ലജ്ജ വേണം. എനിക്ക് ഇത്രയേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ, വാങ്ങുന്ന ആൾക്ക് മതിയാവോ തൃപ്തിയാവോ എന്നറിയില്ല, എനിക്ക് ഇത്രയേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന ലജ്ജയോടുകൂടി കൊടുക്കണം. ഹ്രിയാദേയം. ഭിയാദേയം, ഭയത്തോടുകൂടി കൊടുക്കണം. ഞാൻ കൊടുക്കുന്നത് ഇയാൾ വാങ്ങിക്കുമോ, അദ്ദേഹം സ്വീകരിക്കുമോ എന്നെനിക്ക് അറിയില്ല, വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് ഭയത്തോടുകൂടി കൊടുക്കണം. ഭിയാദേയം. അറിഞ്ഞു വേണം ദാനം ചെയ്യാൻ. ഏത് കാലത്ത് എന്തു കൊടുക്കണം, ഏത് ദേശത്ത് എന്തു കൊടുക്കണം, ഏത് പാത്രത്തിന് എന്തു കൊടുക്കണം. പാത്രം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന ആളുടെ പ്രായവും അയാളുടെ ആവശ്യകതകളും അറിഞ്ഞു വേണം അയാൾക്ക് ദാനം ചെയ്യാൻ. ആവശ്യമില്ലാത്തത് കൊടുത്ത് നശിപ്പിക്കരുത്. അപ്പൊ ഇങ്ങനെയൊക്കെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ശാസ്ത്രത്തിൽ വേറെ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സുണ്ടാവില്ല എങ്കിലും കൊടുത്ത് ശീലിക്കൂ. യശസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും കൊടുത്ത് ശീലിക്കൂ. പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും കൊടുത്ത് ശീലിക്കൂ. കൊടുക്കാൻ മടിയുണ്ടെങ്കിൽ ആ മടി മാറ്റാനായിട്ട് ആദ്യം പ്രയോജനം കണ്ടുകൊണ്ട് കൊടുക്കൂ. പിന്നീട് നിങ്ങൾക്ക് പ്രയോജനം കാണാതെ കൊടുക്കാനുള്ളൊരു കൈ അയവ് വരാനുണ്ട്. അപ്പൊ ആദ്യം കൈ അയക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ ഒരു സ്വഭാവത്തെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് വേദം ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിലും
കൊടുത്ത് ശീലിക്കൂ, ചെറുതായിട്ടെങ്കിലും കൊടുത്ത് ശീലിക്കൂ. ദാനേന അദാനം തരാ എന്നൊക്കെ വേദം മന്ത്രങ്ങളുണ്ട്, സാമവേദത്തിൽ. ദാനേന അദാനം തരാ. നമ്മുടെ സ്വഭാവമാണ് അദാനം. അദാനം എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുക, സങ്കുചിത ഭാവം, എല്ലാം എനിക്ക് എന്നുള്ള ഭാവം, അതാണ് അദാനം. അതിനെ തരണം ചെയ്യൂ എന്നാണ് പറയണത്. അതിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും പൊട്ടിച്ച് കളയൂ, ആ സ്വഭാവത്തെ നിങ്ങൾ ലംഘിക്കൂ, ആ സ്വഭാവത്തെ തരണം ചെയ്യൂ. എങ്ങനെ? ദാനേന, ദാനം ശീലമാക്കിക്കൊണ്ട്, എന്തെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് പതുക്കെ ഈ നമ്മുടെ ഈ സ്വഭാവ ദൂഷ്യത്തെ, ഈ സങ്കുചിത സ്വഭാവത്തെ എങ്ങനെയെങ്കിലും അകറ്റാൻ ശ്രമിക്കൂ. ദാനേന അദാനം തര. അപ്പോൾ അർഹിക്കുന്നവർക്ക് കൊടുത്ത് ശീലിക്കുക. ഇത് നമ്മൾ കുറെ കാലമായിട്ട് സ്വാർത്ഥരായി ഒതുങ്ങിക്കൂടുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ന്യൂക്ലിയർ ഫാമിലികളായതോടുകൂടിയിട്ട് ആർക്കും ഒന്നും കൊടുക്കലില്ല. കൊടുക്കുന്നതും വാങ്ങുന്നതും കാണുന്ന പോലും ഇല്ല. ഇപ്പോൾ മറ്റത് കൂട്ടുകുടുംബം ആയിരുന്നപ്പോൾ കാണാൻ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഷെയറിങ് അവസരങ്ങളുണ്ടായിരുന്നു. ബന്ധുക്കളൊക്കെ നിരന്തരം വരവും പോക്കും, അവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യലും ഒക്കെ നമ്മുടെ മുത്തശ്ശിമാര് നമുക്ക് കാണിച്ചു തന്നിരുന്നു. ആർക്ക് എന്തൊരാവശ്യം വന്നാലും പെട്ടെന്ന് സഹായിക്കാനുള്ള മനസ്സ് നമ്മുടെ മുത്തശ്ശിമാർക്ക് ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും അവരെടുത്തു കൊടുത്തിരുന്നു. നാളെ നമ്മൾ പട്ടിണിയാണെങ്കിൽ പോലും സാരമില്ല, ഇന്നത്തെ അവരുടെ പട്ടിണി മാറ്റുക, അങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടു വളർന്നു കൂട്ടുകുടുംബത്തിൽ. ഇന്ന് ന്യൂക്ലിയർ ഫാമിലി ആയതോടുകൂടിയിട്ട് അങ്ങനെയുള്ള കാഴ്ചകളില്ല കുട്ടികൾക്ക്. കുട്ടികൾക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിയാനുള്ള അവസരങ്ങളേ ഇല്ല, വിശപ്പിന്റെ വില അറിയാനുള്ള അവസരമില്ല. മാത്രമല്ല അച്ഛനമ്മമാര് നല്ല വരുമാനമൊക്കെ ആയി ഇപ്പോൾ അവരുടെ ഉള്ളിലെ സ്വാർത്ഥതയും വർദ്ധിച്ചു. അവരെന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ കുട്ടികളോട് പറയുന്നത് വേറെ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നിങ്ങൾക്ക് മാത്രം വാങ്ങിച്ചതെന്നാണ്, വേറെ ആർക്കും കൊടുത്ത് ശീലം ഉണ്ടാക്കരുത്, വേണ്ടാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയും. ഇങ്ങനെയാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളും ഒന്നിൻ്റെയും വിലയെ അറിയുന്നില്ല, വിശപ്പിന്റെ വില അറിയുന്നില്ല, വസ്ത്രങ്ങളുടെ വില അറിയുന്നില്ല, ഒരു വസ്തുവിൻ്റെയും മൂല്യം അവർക്കറിയില്ല. കാരണം ചോദിക്കുമ്പോഴേക്കും കിട്ടി, എന്താവശ്യപ്പെടുമ്പോഴേക്കും കിട്ടി. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും അവർക്കൊരു കെയറും ഇല്ല. അപ്പോൾ ഇന്നത്തെ ആ ന്യൂക്ലിയർ ഫാമിലി ദോഷം വന്നു ചേർന്നതാണ്, വലിയ ദോഷമാണത്. നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായിട്ടില്ലാതെയാക്കി. ഈ യജ്ഞ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സ്വഭാവമാണിത്. ഇപ്പൊ നമ്മളെയൊക്കെ കള്ളന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വാർത്ഥന്മാരാക്കി, സെൽഫ് സെന്റേർഡാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല. നമ്മുടെ കുലദേവതകൾക്ക്, പരദേവതകൾക്ക്, അല്ലേ, പിതൃക്കൾക്ക് ഒക്കെ ഒന്നിച്ചുകൂടി എല്ലാവരും കൂടി കൊടുക്കുമ്പോൾ അതിനൊരു രസമുണ്ടായിരുന്നു, അത് മറക്കാതെ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയപ്പോൾ ആർക്കും അതിൽ താല്പര്യമില്ല. ആരെങ്കിലും ഒരാൾ ആ റിസ്ക് ഏറ്റെടുക്കാനും തയ്യാറല്ല. മക്കൾ 4-5 പേരുണ്ടെങ്കിലും അയാൾ ചെയ്യട്ടെ, മറ്റയാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിലുള്ള പൂജകളോ കുടുംബത്തിലെ പിതൃക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും ഏൽപ്പിച്ചു വിടും. സ്വയം എനിക്ക് സമയമില്ല, എനിക്ക് ഒഴിവില്ല, എനിക്ക് മക്കളുടെ കാര്യം നോക്കണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. വളരെയധികം മാറ്റം വന്നു പറയാ. സ്വാർത്ഥത വർദ്ധിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് ഈ ഗീതയിലെ ആശയങ്ങളൊക്കെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ടം തോന്നുന്നു. ഇതൊന്നും സാധിക്കില്ല എന്ന് വിചാരിക്കുകയാണ്. വാസ്തവത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, മനസ്സിരുത്തിയാൽ, അല്പാൽപമായി ചെയ്തു തുടങ്ങിയാൽ പതുക്കെ അതിൽ വളരാം നമുക്ക്. അതൊരു നല്ല സംസ്കാരമായിട്ട് മാറും. അതിൻ്റെ സുഖം ആസ്വദിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു പോകാം. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായൈഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ.
ഞാൻ കുറേ സൂചനകൾ തന്നു. ഇനി നിങ്ങൾ ചിന്തിക്കുക. ഓരോരുത്തരുടെയും പശ്ചാത്തലം വെച്ച് ഓരോരുത്തരും ചിന്തിക്കുക. എങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റും, എങ്ങനെ തിരിച്ചു പോകാൻ പറ്റും, നമ്മുടെ ഈ മഹത്തായ സംസ്കാരത്തിലേക്ക് എങ്ങനെ തിരിച്ചു പോകാൻ പറ്റും. ഓരോരുത്തരും അവരവരെ കൊണ്ടാവുന്ന പോലെ ചിന്തിച്ച് അതിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വരും തലമുറകൾക്ക് നമ്മൾ ഈ ഒരു സംസ്കാരം പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ അവരെ നമ്മളെക്കാൾ സ്വാർത്ഥരും അഹങ്കാരികളും തോന്നിയവാസികളും ആക്കി മാറ്റലല്ല വേണ്ടത്. തുടർന്ന് ഭഗവാൻ പറയുന്നു, 13-ാമത്തെ ശ്ലോകം. ആചാര്യ ഭഗവത്പാദര് ഭാഷ്യത്തിൽ ഒരു 2 വാക്ക് ഏ പുനഃ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യുന്നു. എന്നാൽ ആരാണോ എന്ന്, ഏ എന്ന് പറഞ്ഞാൽ ആരാണോ, പിന്നെ ആരാണോ എന്ത് ചെയ്യുന്നത്, 2 തരം ആളുകളെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ഈ യജ്ഞത്തിലൂടെ അവരവരുടെ ജീവിതത്തെ നയിക്കുന്നവർ ശ്രേഷ്ഠന്മാരെന്നും ഇത് ചെയ്യാത്തവർ വളരെ പാപികളാണെന്നുള്ള 2 തരം ആൾക്കാരെ ഭഗവാൻ കാണിച്ചു തരുന്നു. യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഘം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഘം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ട അശിനഃ, യജ്ഞശിഷ്ടാശിനഃ സന്തഃ, ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്. യജ്ഞശിഷ്ടാശിനഃ എന്ന് പറഞ്ഞാൽ യജ്ഞശിഷ്ടം അശിക്കുന്നവർ, അസ്നാദി അശിക്കുക, ഭുജിക്കുക, അനുഭവിക്കുക. അപ്പൊ യജ്ഞശിഷ്ടം അശിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യജ്ഞം ചെയ്ത് എന്ന് വെച്ചാൽ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്ത് പങ്കുവെച്ചതിന് ശേഷം, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പങ്കുകളെല്ലാം കൊടുത്തതിന് ശേഷം, കടങ്ങളെല്ലാം വീട്ടിയതിന് ശേഷം അതിൽ ബാക്കി എന്ത് ശേഷിക്കുന്നുവോ അത് അവനവന്റെ പങ്കായിട്ട് ഭുജിക്കുന്നവൻ. അപ്പൊ ആദ്യം അവനവന്റെ പങ്കല്ല. ഇവിടെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെയും അവസാനത്തെയും ഒക്കെ നമ്മുടെ തന്നെയാണ്. നമ്മൾ എന്തുണ്ടാക്കിയാലും അത് നമുക്ക് മാത്രം. അങ്ങനെയുള്ളതല്ല. ഇവിടെ കൊടുക്കാനുള്ള കടങ്ങളൊക്കെ കൊടുത്തിട്ട് ആനൃണ്യം കൃത്വ എന്നർത്ഥം. മുമ്പ് പറഞ്ഞില്ലേ ആനൃണ്യം അകൃത്വ എന്ന്. ഋണങ്ങൾ വീട്ടാതെ, കടങ്ങൾ വീട്ടാതെ എന്ന് പറഞ്ഞു. ഇവിടെ വീട്ടിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള പങ്കുകൾ കൊടുത്തിട്ട് ദേവഋണം, പിതൃഋണം, ഋഷിഋണം, ഭൂതഋണം, നൃഋണം, 5 ഋണങ്ങളാണ് നമുക്കുള്ളത്, കടങ്ങളാണുള്ളത്. അതിലേക്കൊക്കെ നമ്മൾ ഡെയിലി EMI അടയ്ക്കണം, ആവുന്ന ഇൻസ്റ്റാൾമെന്റ് അടച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് അങ്ങോട്ടും കൊടുക്കണം. ആ കടം വീട്ടിയിട്ട് വേണം. ഇപ്പൊ നമ്മള് പല കച്ചവടക്കാരുണ്ട്. നമ്മൾ പാലക്കാട് അങ്ങാടിയിലൊക്കെ പോയി, പാലക്കാട് എന്നല്ല എവിടെ പോയാലും ഏത് മാർക്കറ്റിൽ പോയാലും കാണാൻ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ പലയിടത്തുനിന്നും കടമെടുത്തിട്ടായിരിക്കും അവര് കച്ചവടം നടത്തുന്നുണ്ടാവുക. വൈകുന്നേരം ഒരു പൂട്ടി പോകുന്നതിന് മുമ്പേ പലതരത്തിൽ പിരിവുകാർ വരും. സൈക്കിളിലും ബൈക്കിലും കാറിലും വേണമെങ്കിൽ വരുമായിരിക്കും. ബാഗും പുസ്തകമൊക്കെ ആയിട്ട്, പറ്റ് ബുക്കുകളുമായിട്ട്, ചിട്ടിക്കാരായിട്ടും ബ്ലേഡുകാരായിട്ടും പലതരത്തിലുള്ളതായിട്ടുള്ള പിരിവുകാർ വരും. അവർ വന്ന് അവിടെ കാവൽ നിൽക്കും. അവർക്ക് കൊടുക്കാനുള്ള, ഡെയിലി കൊടുക്കാനുള്ളത് കൊടുത്താലേ അവർ പോവുള്ളൂ. ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവര് സമ്മതിക്കില്ല. ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അപ്പുറം അപ്പുറം ഒന്ന് പോയിട്ട് പിന്നെയും വരും അവര്. അപ്പൊ കൊടുക്കാനുള്ളത് കൊടുത്താലേ അവര് പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതേ ഇയാൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അവരൊക്കെ ശരിക്ക് ബലമായിട്ട് പിടിച്ചു വാങ്ങിക്കുന്നതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ഇവിടെ ഈ പറഞ്ഞവരൊന്നും ബലമായിട്ട് പിടിച്ചു വാങ്ങിക്കാൻ വരുന്നില്ല നമ്മുടെ മുമ്പിൽ. ദേവന്മാരോ പിതൃക്കളോ ഋഷിമാരോ മറ്റുള്ള
നരന്മാരോ അതിഥികളോ അല്ലെങ്കിൽ ഭൂതങ്ങളോ ഒന്നും നമ്മുടെ അടുത്ത് നിന്ന് പിടിച്ചു പറിക്കാൻ വരുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് സംസ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കടം മേടിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ആനുകൂല്യം കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു കൂടുന്നത്. അവരുടെയൊക്കെ കഷ്ടപ്പാടുകളുടെ ഫലമാണ് നമ്മളിവിടെ സുഖമായിട്ട് കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മൾ കൊടുക്കാതിരിക്കുന്നത് സാമർത്ഥ്യമല്ല, അല്ലേ? ഈ കടക്കാരൊക്കെ പിരിവിന് വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അവരെ പറ്റിക്കുകയും തിരിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നൊക്കെ ആൾക്കാരുണ്ട്, സാമർത്ഥ്യക്കാർ. അവർക്കൊന്നും ശാശ്വതമായിട്ടുള്ള നന്മയൊന്നും ഉണ്ടാവാൻ പോണില്ല. മേലിൽ ആ വഴിക്ക് പോകേണ്ടി വരില്ല. പിന്നെ അവർ കൊടുക്കില്ല. ഒരിക്കൽ കൊടുത്തിട്ട് അവരെ വഞ്ചിക്കുകയും അവരെ എന്താ പറയുക തിരിച്ച് മുഷിപ്പിക്കുകയും ചെയ്താൽ പിന്നെ ഒരിക്കലും അവർ കൊടുക്കലുണ്ടാവില്ല. ഒരിക്കലേ ഒരാളെ പറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ നമ്മൾ കൊടുക്കാനുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. അതിനാണ് യജ്ഞശിഷ്ടം എന്ന് പറയുന്നത്. കൊടുക്കാനുള്ള പങ്ക് വെച്ച ശേഷം അനുഭവിക്കുന്നത് യജ്ഞശിഷ്ടം. യജ്ഞശിഷ്ട അശിനഹ, അവരാരാണ്? സന്തഹ. സന്തഹ സത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. സന്തഹ സജ്ജനാഹ, സജ്ജനങ്ങളാണവർ, മഹാത്മാക്കളാണവർ, മര്യാദക്കാരാണവർ, ശ്രീധരൻജിയെ പോലെയുള്ള ആളുകളാണവർ എന്നർത്ഥം. ഇപ്പം നമുക്ക് എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുച്യന്തേ സർവകിൽബിഷൈഹി, അങ്ങനെയുള്ള സജ്ജനങ്ങൾ അവർ കൊടുക്കാനുള്ളത് കൊടുത്ത് ബാക്കിയുള്ള പ്രസാദം യജ്ഞശിഷ്ടം അശിക്കുന്നവരായതുകൊണ്ട് സർവകിൽബിഷൈഹി മുച്യന്തേ, എല്ലാ കിൽബിഷങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നു. കിൽബിഷം എന്നാൽ പാപം. എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നു. ഏറ്റവും വലിയ പാപം സ്വാർത്ഥത തന്നെയാണ്. ദേഹാഭിമാനം കൊണ്ടാണ് ഈ സ്വാർത്ഥത ഉണ്ടാകുന്നത്. ഈ ദേഹാഭിമാനം അജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ പ്രകടമായിട്ടുള്ള ഭാവമാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞത് അജ്ഞാനം തന്നെയാണ്, മൂലമായിട്ടുള്ള പാപം. സ്വരൂപത്തെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ, അതിന്റെ ഫലമായിട്ട് ദേഹാഭിമാനം പ്രബലമാകുന്നു. ആ ദേഹാഭിമാനത്തിൽ നിന്ന് സ്വാർത്ഥത, എനിക്ക് ഭോഗത്തിനാണ് ഈ ലോകം എന്നുള്ളതായിട്ടുള്ള ചിന്ത, ഞാൻ സമ്പാദിക്കുന്നതെല്ലാം എൻ്റെ ഭോഗത്തിന്, എൻ്റെ പരിധിയിൽ, എൻ്റെ സ്വാധീനത്തിലുള്ളതെല്ലാം എനിക്ക് അനുഭവിക്കാൻ എന്നുള്ള ചിന്ത, അത് തന്നെയാണ് കിൽബിഷം, പാപം. സർവ കിൽബിഷൈഹി മുച്യന്ത, എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ മുക്തനാവുന്നു എന്നാണ്. ഇനി വാസ്തവത്തില് നമ്മൾ ഓരോരുത്തരും ദിവസവും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലതരത്തിൽ നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിത്യവും എണീച്ച് കിടക്കുന്നതിൻ്റെ ഉള്ളിൽ എത്ര ഹിംസകൾ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയില്ല. നമ്മുടെ അറിവോടുകൂടിയും അറിവില്ലാതെയും ധാരാളം ഹിംസ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ എത്ര കൃമികീടങ്ങളെ നമ്മൾ ചവിട്ടി ഞെരിക്കുന്നുണ്ട്. പണ്ടത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പണ്ടത്തെ ഇതിൽ ഭാഷ്യകാരൻ പറയുനി, വെള്ളം കോരുമ്പോൾ എത്രയോ ജന്തുക്കളെ ഹിംസിക്കുന്നു. അമ്മിയിൽ വല്ലതും അരയ്ക്കുമ്പോൾ, ഉരലിലിട്ട് വല്ലതും കുത്തുമ്പോൾ, അടിച്ചു വാരുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ, തീ കൂട്ടുമ്പോൾ, അല്ലേ, തീ കൂട്ടുമ്പോൾ ആ വിറകിൻ്റെ ഉള്ളിൽ തന്നെ പല കീടങ്ങളും ഉണ്ടാവും. അതൊക്കെ നശിച്ചു പോകും. പലതരത്തിലുള്ള ജീവാണുക്കൾ നശിച്ചു പോകും. അപ്പൊ അഗ്നി കൂട്ടി പാചകം ചെയ്യുമ്പോൾ, വെള്ളം കോരുമ്പോൾ, അടിച്ചു വാരുമ്പോൾ, അമ്മിയിൽ വല്ലതും അരയ്ക്കുമ്പോൾ, ഇടിച്ച് എന്താ പറയുക, ഉരലിലും മറ്റുമൊക്കെ ഇടിച്ച് എന്താ പറയുക, നെല്ലും ഇതൊക്കെ അരിയാക്കുമ്പോഴും പൊടിയാക്കുമ്പോഴും അങ്ങനെ പല പ്രകാരത്തിൽ, പിന്നെ കൃഷി മുതലായതൊക്കെ ചെയ്യുമ്പോൾ, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഹിംസ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആരൊക്കെയോ ഞെരിഞ്ഞമരുന്നുണ്ട്. ഏതൊക്കെയോ ജീവന്മാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. മൈൻഡ് ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും. നമ്മൾക്ക് ശീലമായി ഈ പാപം ചെയ്യല്. ഒരു മടിയുമില്ലാതെ, സങ്കോചമില്ലാതെ നമ്മളിങ്ങനെ ആർക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ കാര്യം നടക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ശ്രദ്ധയുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കരുതലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണാദികളൊക്കെ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കഴിച്ച് ഒന്നും കളയാതെ, എന്തെങ്കിലും ബാക്കി വന്നാൽ അതിനെ ദൂരെ കൊണ്ടുപോയി കളയണം. നമ്മൾ ചവിട്ടും പിടിക്കുകയും ഒന്നും ചെയ്യാത്ത സ്ഥലത്ത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പം അത് തിന്നാൻ ഉറുമ്പുകൾ വരും, മറ്റു പല പ്രാണികളും വരും. നമ്മൾ ചവിട്ടുന്ന സ്ഥലമാണെങ്കിൽ ആ ഉറുമ്പും അതൊക്കെ പ്രാണികളൊക്കെ ചാവും ഉടനെ. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ല മധുരമുള്ള കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ ഉറുമ്പ് മണത്ത് വരുന്നത് കാണാം. ഒരു പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വറ്റ് പായസം പുറത്തേക്ക് വീണാൽ നമ്മൾ പായസം മുഴുവൻ കഴിച്ചു കഴിയുമ്പോഴേക്കും എവിടുന്നാന്നറിയില്ല ഉറുമ്പ് വന്നിട്ടുണ്ടാവും. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കഴിച്ച ഉടനെ തന്നെ കഴിച്ച സ്ഥലം വൃത്തിയാക്കണം. നമ്മൾ പാത്രം കഴുകി വെക്കണം അപ്പം തന്നെ. അതല്ലെങ്കിൽ എന്താവും, കണ്ട ജന്തുക്കളൊക്കെ അതിൽ വരും, പ്രാണികളൊക്കെ വരും. പിന്നീട് നമ്മൾ അതിനെയൊക്കെ കൊല്ലേണ്ടി വരും വൃത്തിയാക്കാൻ. ഭക്ഷണം കഴിച്ച ഭാഗം നമ്മൾ തുടയ്ക്കാൻ വൈകി എന്ന് പറഞ്ഞാൽ എത്ര വൈകുന്നുവോ അത്രത്തോളം ജന്തുക്കളെ ഹിംസിക്കേണ്ടി വരും. അതുമാത്രമല്ലാതെ വേറെയും പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ വൃത്തികേട് അവിടെ തന്നെ കിടക്കുമ്പോൾ വേറൊരാൾ പെട്ടെന്ന് അവിടെ കഴിക്കാൻ വന്നാൽ ആ എച്ചിലായിരിക്കും അവർ കഴിക്കുക. അവർക്ക് അറപ്പ് തോന്നും. പാത്രമാവട്ടെ സ്ഥലമാവട്ടെ ഒക്കെ നമ്മൾ അപ്പം തന്നെ വൃത്തി ആക്കണം. അതൊരു സംസ്കാരമാവണം. അപ്പോഴേ ഒരു അതിഥി അല്ലെങ്കിൽ ഒരു വേറൊരാൾക്ക് കഴിക്കുമ്പോൾ അതേ സ്ഥലത്തിരുന്ന് കഴിക്കുമ്പോൾ, ഇന്നിപ്പോൾ എവിടെയും നമ്മൾ അത് കാണുന്നില്ല. നമ്മൾ വലിയ കല്യാണങ്ങൾക്ക് പാർട്ടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ കഴിച്ച അതേ സ്ഥലത്തിരുന്ന് കഴിക്കുകയേ നിവൃത്തിയുള്ളൂ. തുടയ്ക്കൽ എന്നുള്ള സംസ്കാരം ഇല്ല. ഇപ്പോൾ ഒരു പേപ്പർ വിരിക്കലാണ്. ആ പേപ്പർ പോലും മടക്കാനോ അത് കളയാനോ പോലും സമയം കൊടുക്കില്ല. അതിൻ്റെ മുകളിൽ പോയി ഇരിക്കും നമ്മൾ. കാരണം മത്സരമാണ്. ഇപ്പോൾ മറ്റൊരാൾ കഴിച്ച എച്ചിലിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് കഴിക്കുന്നത്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അതിലൂടെയൊക്കെ പല ഹിംസകളും സംഭവിക്കുന്നുണ്ട് നമ്മൾ അറിയാതെ, സൂക്ഷ്മമായിട്ട്. ഇതൊക്കെ നമ്മുടെ പൂർവികർക്ക് കരുതലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പാപം ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത് നിരന്തരം. അപ്പോൾ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ ആരൊക്കെയോ ബാധിക്കപ്പെടുന്നുണ്ട്, ആരൊക്കെയോ വേദന അനുഭവിക്കുന്നുണ്ട്. ഒന്ന് ചെയ്ഞ്ഞാലേ ഒന്നിന് വളവുള്ളൂ എന്ന് പറയില്ലേ? അതുപോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, നമുക്ക് എന്ത് നേട്ടം ഉണ്ടാക്കുമ്പോഴും എത്രയോ ഹാനി പ്രകൃതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തന്നെയാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെയ്ത പാപം ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പാപം ചെയ്തിട്ടാണ് ഇത് സമ്പാദിച്ചത്. ആ സമ്പാദിച്ചതിൻ്റെ പങ്ക് പലർക്കും കൊടുക്കുന്നതോടുകൂടി ആ പാപത്തിന്റെ അംശം അവർക്ക് പങ്കിട്ട് കൊടുക്കുന്നു. അത്രയും കുറയുന്നു നമുക്ക്. നമ്മളൊരു 10 പാപം ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും സമ്പാദിച്ചു, 10 രൂപ സമ്പാദിച്ചു, അതിൽ 6 രൂപ നമ്മൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്താൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ 60% പോയി. നേരെ മറിച്ച് 10 പാപം ചെയ്തിട്ട് 10 രൂപ കിട്ടി, അത് മുഴുവനും ഞാൻ തന്നെ തിന്നാൽ ആ 10ന്റെയും പാപം 10 പാപവും ഞാൻ തന്നെ അനുഭവിക്കണം. ഇതാണ് റേഷ്യോ, കണക്കുകൾ പണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ പാപത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടം അത് പാപത്തിൻ്റെ നേട്ടമാണ്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കുമ്പോൾ ആ പാപം നിങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കേണ്ടി വരുന്നു. അത് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടവർക്ക് പങ്കിട്ട് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾ പാപമുക്തനാവുന്നു. മറ്റുള്ളവർക്ക് അർഹിക്കുന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പാപത്തിൽ നിന്ന് മുക്തരാവുന്നു. നമുക്ക് ഇന്നത്തെ കാലത്ത് തൊഴിലാളികൾക്കടക്കം കൊടുക്കാനുള്ള അംശം നമ്മൾ കൊടുക്കണം. പിതൃക്കൾക്കും ദേവന്മാർക്കും ഭൂതങ്ങൾക്കും അതിഥികൾക്കും എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇന്ന് നമ്മുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ ഉള്ള തൊഴിലാളികൾക്കും അർഹിക്കുന്ന അംശം കൊടുത്ത് രാജാവിന് അഥവാ സംസ്ഥാന ഖജനാവിന്, കേന്ദ്ര ഖജനാവിനൊക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കഴിയുമ്പോഴേ പൂർണ്ണമായിട്ടും ആ പാപത്തിൽ നിന്ന് മുക്തരാവുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, സർവ കിൽബിഷൈഹി മുച്യന്തേ, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ചെയ്യേണ്ട യജ്ഞം കടങ്ങളെല്ലാം വീട്ടി ബാക്കിയുള്ള യജ്ഞശിഷ്ടം മാത്രം അനുഭവിക്കുന്ന സജ്ജനങ്ങൾ പാപങ്ങളിൽ നിന്ന് മുക്തരാവുന്നു.
ഭുഞ്ചതേ തേതു അഘം പാപാഹ യേ പചന്തി ആത്മകാരണാത്. യേ പചന്തി ആത്മകാരണാത്. യേ ആരാണോ ആത്മകാരണാത് അവനവനു വേണ്ടി മാത്രം, ആത്മഹേതുത്വാത്, ഫോർ വൺസ് ഓൺ സേക്ക്, അവനവന് വേണ്ടി മാത്രം പചന്തി. പചന്തി പാകം ചെയ്യുന്നു. അവിടെ പാകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളുടെയും ഉപലക്ഷണമായിട്ട് പറഞ്ഞതാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ഏത് കർമ്മം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണു? തേ പാപാഹ, അവരാരാണ്? പാപികൾ. പാപാഹ എന്ന് പറഞ്ഞാൽ മഹാപാപികൾ. മറ്റൊരു മുകളിൽ സന്തഹ എന്ന് പറഞ്ഞു, ഇവിടെ അതിന്റെ വിപരീതം പാപാഹ. അവരെന്ത് ചെയ്യണു? തേതു അഘംബുങ്തേ. അഘംബുങ്തേ, അഘംബുങ്തേ പാപം ഭുജിക്കുന്നു. അവരവർ ചെയ്ത പാപത്തെ തന്നെയാണ് അവരവർ ഭുജിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ആളുകൾക്ക് രോഗങ്ങൾ കൂടുതൽ, കഷ്ടപ്പാടുകൾ കൂടുതൽ, എപ്പോഴും ദുഃഖങ്ങൾ മാത്രം, അവലാദികൾ മാത്രം. എന്തുകൊണ്ട്? സ്വാർത്ഥരായതുകൊണ്ട്. താൻ സമ്പാദിച്ചതൊക്കെ തനിക്ക് വേണ്ടി മാത്രം എന്ന് കരുതി തിന്നുന്നത് കൊണ്ട്, അവനവന് വേണ്ടി മാത്രം ഉപഭോഗം ചെയ്യുന്നത് കൊണ്ട്, എന്താ പറയുക, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാത്തത് കൊണ്ട് അത് ആശുപത്രിയിലും മരുന്നിനും ഡോക്ടർക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒക്കെ ആയിട്ട് പോകും. ഒരു പഴഞ്ചൊല്ലുണ്ട്, സുഭാഷിതമുണ്ട്, യന്യായേന ആർജിതം വിത്തം തന്യായേന വിനശ്യതി. യന്യായേന ആർജിതം വിത്തം തന്യായേന വിനശ്യതി എന്ന്. ഏത് ന്യായത്തിലൂടെ ഏത് ധനം നിങ്ങൾ ആർജിക്കുന്നുവോ അത് അതേ ന്യായത്തിലൂടെ നശിക്കും എന്ന് വെച്ചാൽ മറ്റുള്ളവരെ വഞ്ചിച്ചും പറ്റിച്ചും വേദനിപ്പിച്ചും സമ്പാദിച്ചാൽ അതേ അനുഭവമായിരിക്കും നമുക്കും. നമ്മളെ മറ്റുള്ളവർ വഞ്ചിക്കാനും പറ്റിക്കാനും വേദനിപ്പിക്കാനും ഉണ്ടാകും. ആരുമില്ലെങ്കിൽ സ്വന്തം മക്കൾ തന്നെ ഉണ്ടാവും. നാട്ടുകാരൊന്നും വന്നില്ലെങ്കിലും ആദ്യം വേദനിപ്പിക്കുക സ്വന്തം മക്കളോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ആയിരിക്കും. ആരെങ്കിലും ഉണ്ടാവും. കാരണം നിങ്ങൾ ആരെയൊക്കെയോ വേദനിപ്പിച്ചിട്ടാണ് ധനം സമ്പാദിച്ചിരിക്കുന്നത്, ആരെയൊക്കെയോ വഞ്ചിച്ചിട്ടും പറ്റിച്ചിട്ടുമാണ് ധനം സമ്പാദിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പാണ് അത് നിങ്ങൾക്കും ബാധകമാണ്. അതേ ന്യായത്തിലൂടെ നിങ്ങൾ സമ്പാദിച്ചതെല്ലാം പോകും. നേരെ മറിച്ച് ധാർമ്മികമായി സമ്പാദിച്ചതൊക്കെ കൂടെ ഉണ്ടാവും. ധാർമ്മികം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്ത് ബാക്കിയാണ് ധാർമ്മികം. കൊടുക്കാനുള്ളവരുടെ പങ്കുകളൊക്കെ കൊടുത്ത് കടം വീട്ടി, ടാക്സ് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ബാക്കി, എല്ലാവർക്കും അർഹിക്കുന്നത് പങ്കിട്ട് കൊടുത്തതിന് ശേഷം, എല്ലാ കടങ്ങളും വീട്ടിയതിന് ശേഷം എന്ത് ബാക്കിയുണ്ടോ അതാണ് ധാർമ്മികമായിട്ടുള്ള ധനം. അത് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും, പ്രയോജനപ്പെടും. അതുകൊണ്ട് ദുഃഖം ഉണ്ടാവില്ല. നേരെ മറിച്ച് കൊടുക്കാനുള്ളതൊന്നും കൊടുക്കാതെ സമ്പാദിച്ചത് എനിക്ക് മാത്രം ഞാൻ കഷ്ടപ്പെട്ടത് എന്ന് കരുതി അവനവന് വേണ്ടി മാത്രം കരുതിയാൽ, അവനവന്റെ മക്കൾക്ക് മാത്രം കൊടുത്താൽ ആ മക്കൾ തന്നെ ഈ അച്ഛനമ്മമാർക്ക് ഏറ്റവും വലിയ ശത്രുക്കളായി മാറും, ധൂർത്തന്മാരായി മാറും, മുടിയനായ പുത്രൻ എന്ന് പറയുന്ന തരത്തിലാവും. അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കേണ്ടത് നല്ല സംസ്കാരമാണ്, ധനമല്ല. നല്ല സംസ്കാരം കൊടുത്തിട്ട് ധനവും കൂടി കൊടുക്കൂ, അത് പാഴായി പോവില്ല. സംസ്കാരം കൊടുക്കാതെ ധനം മാത്രം കൊടുത്താൽ അത് അവരുടെ നാശത്തിന് കാരണമാകും, നിങ്ങളുടെ ദുഃഖത്തിന് കാരണമായി തീരും. ഇതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് ലോകത്തെ അനലൈസ് ചെയ്ത് എങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് അനേക ശാസ്ത്രങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയാ ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ എത്രയാണ്, അതുപോലെ തന്നെ അർത്ഥശാസ്ത്രം മുതലായിട്ടുള്ളത് എത്രയാണ്, അതുപോലെ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ, ഗീതകളിലൊക്കെ, ഉപനിഷത്തുകളിലും മറ്റ് വേദമന്ത്രങ്ങളിലും എല്ലായിടത്തും പറഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു 10,000 അധികം പ്രാവശ്യം ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ. ഒരു പ്രാവശ്യമല്ല. ഈ ലോകത്തിൽ മര്യാദയ്ക്ക് ജീവിക്കുവാനുള്ള ഉപദേശങ്ങൾ ഈ സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള അത്രയും വേറെ എവിടെയും പറഞ്ഞിട്ടുമില്ല. ഇത്രയും നല്ല ഉപദേശങ്ങൾ ഇത്രയും ആവർത്തിച്ച് ഏത് ഗ്രന്ഥം എടുത്താലും അതിലൊക്കെ വേണ്ടതുണ്ട്.
എന്നാൽ ഇതൊന്നും ആരും അറിയാതെ അതിന് വിപരീതമായിട്ടുള്ള ജീവിതം നയിക്കുന്നു ഇവിടെ ഈ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. അതിന് കാരണം ഇതൊന്നും അറിയായികയാണ്. ഈ സംസ്കാരം പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള അച്ഛനമ്മമാരും ഗുരുക്കന്മാരും അവരൊക്കെ മറന്നു. ആ തലമുറകളെ കഴിഞ്ഞുപോയി. അപ്പം ഇനി എങ്ങനെയാണ് ഇതിലേക്കൊക്കെ തിരിച്ചു പോവുക നോക്കാം. ഗീത പഠിക്കുക, സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുക, കുറേയൊക്കെ അതിലൂടെ സന്തതികൾക്ക് പകർന്നു കൊടുക്കുക. യജ്ഞശിഷ്ടാസിന സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഘം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. ഭാഷ്യം നോക്കാം. ദേവയജ്ഞാദീൻ നിർവർത്തിയ യത് ശിഷ്ടം അശനം അമൃതാഖ്യം അശിതും ശീലം യേഷാം തേ യജ്ഞശിഷ്ടാസിനഃ സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ സർവപാപൈഃ ചുല്യാദി പഞ്ചസൂനാകൃതൈഃ പ്രമാദകൃത ഹിംസാദിജനിതൈഃ ച അന്യൈഃ യേ തു ആത്മംബരയഃ ഭുഞ്ജതേ തേ തു അഘം പാപം സ്വയം അപി പാപായേ പചന്തി പാകം നിർവർത്തയന്തി ആത്മകാരണാത് ആത്മഹേതോഹോ. അപ്പൊ ദേവയജ്ഞാദീൻ നിർവർത്തിയ തത്ശിഷ്ടം അശനം അമൃതാക്യം അചിതും ശീലം യേഷാം തേ യജ്ഞശിഷ്ടാശിനഃ. യജ്ഞശിഷ്ടാശിനഃ എന്ന് പറഞ്ഞതിന് ഭാഷ്യകാരൻ പറഞ്ഞതാണ് ദേവയജ്ഞാദീൻ നിർവർത്തിയ. അപ്പൊ ദേവയജ്ഞാദീൻ, ആദീൻ എന്നുള്ളത് കൊണ്ട് മറ്റ് യജ്ഞങ്ങളും പെട്ടു അതിൽ. ഏതൊക്കെ യജ്ഞങ്ങള്? ആദ്യത്തേത് ദേവയജ്ഞം, പിന്നെ പിതൃയജ്ഞം, പിന്നെ ബ്രഹ്മയജ്ഞം, പിന്നെ അതിഥിയജ്ഞം, പിന്നെ ഭൂതയജ്ഞം. അതിഥിയജ്ഞത്തെ തന്നെയാണ് നൃയജ്ഞം എന്ന് പറയുന്നത്. ബ്രഹ്മയജ്ഞത്തെ തന്നെയാണ് ഋഷിയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ദേവയജ്ഞം? ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ വൈദിക ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുക, ദേവയജ്ഞം ദേവന്മാർക്ക് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. വൈദികമായ വിധിക്ക് അനുസരിച്ചുള്ള ഹോമാദികൾ തന്നെയാണ് ദേവയജ്ഞം. ദേവന്മാർക്ക് വേണ്ട പൂജ, ഹോമം മുതലായതൊക്കെ ദേവയജ്ഞം. മനുസ്മൃതി മുതലായതിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദേവയജ്ഞം? എന്താ? ഹോമോ ദൈവോ. ദൈവയജ്ഞം എന്ന് പറഞ്ഞാൽ ഹോമങ്ങളാണ്. ഹോമങ്ങൾ എന്നാൽ ഈ ദേവപ്രീതിക്കായിക്കൊണ്ട് പണ്ട് കാലത്ത് ഹോമങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അത് പിന്നീട് മൂർത്തി പൂജകളായി മാറി. പണ്ട് ദേവന്മാരെന്ന് പറഞ്ഞാൽ വൈദിക കാലത്തിൽ ഇന്ദ്രൻ, വായു, അഗ്നി, വരുണൻ മുതലായിട്ടുള്ള ദേവതകളാണ് പൂജയ്ക്ക് പാത്രമായിരുന്നത്, ഹോമത്തിന് പാത്രമായിരുന്നത്. പിന്നീട് നമ്മുടെ ക്ഷേത്ര ആരാധന സമ്പ്രദായങ്ങളൊക്കെ വന്നപ്പോൾ മൂർത്തി പൂജ കുറെ കൂടി സൗകര്യമായിട്ടുള്ളത് വന്നു. അപ്പോൾ അങ്ങനെയുള്ള അതിനെയും നമുക്ക് ദേവയജ്ഞമായിട്ട് കണക്കാക്കാം. ക്ഷേത്രാദികളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെയുള്ളതായിട്ടുള്ള വേണ്ട ഉപചാരങ്ങളോടുകൂടി ചെയ്യപ്പെടുന്നതായിട്ടുള്ള പൂജകൾ, ആ പൂജകളും അല്ലെങ്കിൽ ഹോമങ്ങളും അത് ദേവയജ്ഞത്തിൽ പെടുന്നു. അതുപോലെ തന്നെ ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ വേദങ്ങളൊക്കെ പഠിക്കുക, പഠിപ്പിക്കുക, അതാണ് ബ്രഹ്മയജ്ഞം. ബ്രഹ്മശബ്ദം കൊണ്ട് വേദം എന്നർത്ഥമാണ്. അപ്പോൾ വേദങ്ങൾ സ്വാധ്യായം ചെയ്യുക, പ്രവചനം ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ സ്വയം പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തവരാണെങ്കിലോ, അതിന് സമയമോ കഴിവോ ഇല്ലാത്തവരാണെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, സഹായങ്ങൾ ചെയ്യുക. സാമ്പത്തിക സഹായം ചെയ്യാം, അതിന് വേണ്ട മറ്റ് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്തു കൊടുക്കൽ ബ്രഹ്മയജ്ഞത്തിൻ്റെ ഭാഗം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വൈദികമായ സാഹിത്യങ്ങൾ ലോകത്തിൽ എല്ലാ വരും തലമുറകൾക്കൊക്കെ പകർന്നു കൊടുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അപ്പം അതിനിപ്പോൾ എല്ലാവരും പഠിപ്പിക്കാൻ അധികാരിയായിരിക്കില്ല, അതിനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ പഠിപ്പിക്കുന്നവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അത് ഫിനാൻഷ്യൽ സപ്പോർട്ടാവാം, ഫിസിക്കൽ ആയിട്ടുള്ള മറ്റ് സപ്പോർട്ടുകളാവാം.
ഏത് രീതിയിലും സഹായങ്ങൾ ചെയ്യേണ്ടതാണ്. അത് ബ്രഹ്മയജ്ഞം. അതുപോലെ പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് കൊടുക്കാനുള്ളതായിട്ട് തർപ്പണാദികൾ അത് ദിവസം കൊടുക്കേണ്ടതുണ്ട്. അമാവാസി, പൗർണമി മുതലായ സന്ദർഭങ്ങളിൽ കൊടുക്കേണ്ടതുണ്ട്. ശ്രാദ്ധാദികളിൽ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വിശേഷ സന്ദർഭങ്ങളിലൊക്കെ കൊടുക്കേണ്ടതുമായിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് പിതൃയജ്ഞം, പിതൃക്കൾക്ക് ചെയ്യേണ്ടത്. ഇനി ആ പിതൃയജ്ഞത്തിൽ പെടും ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കലും. മരിച്ചുപോയവരെ തർപ്പണം ചെയ്യൽ മാത്രമല്ല, അതിലൂടെ നമ്മൾ പഠിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, അവരുടെ സുരക്ഷിതത്വം നോക്കുക. അതാണ് പിതൃയജ്ഞം. പിന്നെ നൃയജ്ഞം അഥവാ അതിഥി യജ്ഞം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുള്ള മനുഷ്യരെ കുറിച്ചിട്ടുള്ള കൺസേൺ ഉണ്ടായിരിക്കുക. കാരണം പല മനുഷ്യരും പല ഭാഗത്തും പല പ്രവൃത്തികളും ചെയ്തതിൻ്റെ ഫലമാണ് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അവിടെ പാകിസ്ഥാൻ ബോർഡറിലും ചൈന ബോർഡറിലും കൊടും തണുപ്പത്ത് ഭീകരന്മാരുടെ ഏത് സമയത്തുള്ള ആക്രമണം ഭയന്നുകൊണ്ട് ജീവനെ കൈപ്പിടിച്ചുകൊണ്ട് ഒരു സൗകര്യവുമില്ലാത്ത ട്രഞ്ചുകളിൽ കഴിച്ചുകൂട്ടുന്ന നമ്മുടെ പട്ടാളക്കാരടക്കം നമുക്ക് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സുരക്ഷിതരായി സുഖമായിട്ടിരിക്കുന്നത്. അതുപോലെ എവിടെയൊക്കെയോ വയലുകളിലും പാടങ്ങളിലും കൃഷിക്കാർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതുപോലെ പല ഇൻഡസ്ട്രികളിലും പലർ പണിയെടുക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിയാൽ നമ്മൾ ആരെയൊക്കെയോ ആശ്രയിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ് ഒരുപാട് കാര്യങ്ങളിൽ. നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഓരോരോ പദാർത്ഥങ്ങളും എടുത്താൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ ഓരോന്നും നോക്കിയാൽ പലരെയും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. എത്ര ആളുകളെയാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എന്ന് നോക്കിയാൽ കയ്യും കണക്കുമില്ല. അപ്പോൾ അവർ ഓരോരുത്തർക്കും ചെന്ന് നമുക്ക് കടം വീട്ടാൻ പറ്റുമോ? അത് സാധ്യമല്ല. ഇപ്പൊ പഞ്ചാബിൽ ചെയ്യുന്ന കൃഷിക്കാർക്ക് ചെന്നിട്ട് നമുക്ക് അവിടെ ചെന്ന് എന്തെങ്കിലും പൂജ ചെയ്യാൻ സാധ്യമല്ല. മറ്റേ കാശ്മീർ ബോർഡറിൽ പാകിസ്ഥാനിൽ പട്ടാളക്കാർക്ക് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓരോ സ്ഥലത്തും പ്രവൃത്തിയെടുക്കുന്നവർക്കൊന്നും നമുക്കൊന്നും ഇപ്പൊ ചെയ്യാൻ നേരിട്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മളാലാവുന്ന മനുഷ്യർക്ക് ചെയ്യാവുന്ന സേവനങ്ങൾ ചെയ്യുക. ആർക്ക് എന്ത് ആവശ്യമുണ്ടോ, ഏത് കഷ്ടപ്പാടുകളാണോ അവർ അനുഭവിക്കുന്നത്, അത് കണ്ടറിഞ്ഞുകൊണ്ട് അതിലേക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കൈ സഹായം, ഒരു പങ്ക് നമ്മൾ കൊടുക്കുക. അത്യാവശ്യമായി നമ്മളോട് സഹായം ചോദിച്ച് അഭ്യർത്ഥിച്ച് വരുന്നവരെ നമ്മൾ നിരാശപ്പെടുത്താതിരിക്കുക. എന്തെങ്കിലും കൊടുത്തെങ്കിലും അവരെ ആശ്വസിപ്പിച്ചയക്കുക. നല്ല വാക്കുകളെങ്കിലും നമുക്ക് പറയാം, ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നല്ല വാക്കുകളെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും അയക്കാം. കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക. 10 ചോദിച്ചാൽ 2 കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക. 5 കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചുറ്റുപാടും കഷ്ടപ്പെടുന്ന നരന്മാരെ സേവിക്കലാണ് നരസേവ, നാരായണ സേവ. അവിടെ നൃയജ്ഞം എന്ന് പറയുന്നത്. അതിനെ തന്നെ അതിഥി യജ്ഞം എന്നും പറയുന്നത്. അവിടെ അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ വരുന്നവരാണ് അതിഥി എന്ന് വെച്ചാലോ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ എമർജൻസിയിൽ ഓടി വരുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. എമർജൻസി ഉള്ളവർക്ക് ആവശ്യക്കാരന് ഔചിത്യമില്ല. അവന് തിങ്കളും വെള്ളിയും സന്ധ്യയോ വിളക്ക് വെച്ചോ എന്നൊന്നും നോക്കില്ല. അവൻ ഓടി വന്നിട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് ചോദിച്ചാൽ, ഞാൻ വെള്ളിയാഴ്ചയാണ് വിളക്ക് വെച്ചു അതുകൊണ്ടൊന്നും കൊടുക്കാറില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനാണ്. നല്ല ആവശ്യക്കാരന് കൊടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഐശ്വര്യം അതൊന്ന് വേറെയാണ്. കാരണം അവൻ അനുഗ്രഹിച്ചിട്ട് പോകും. നേരെ മറിച്ച് വെള്ളിയാഴ്ച സന്ധ്യാകുമ്പോൾ അവൻ വന്നിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവൻ തിരിച്ച് ശപിച്ചിട്ട് പോകും. ഇവരും ഇവരുടെ ഒരു വെള്ളിയാഴ്ചയും എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു സന്ധ്യയും വിളക്ക് വെക്കലും എന്ന് പറഞ്ഞ് പോയാൽ ഇനി ഒരു വിളക്ക് വെക്കേണ്ടി വരില്ല ചിലപ്പോൾ ഈ വീട്ടിൽ. അപ്പൊ അവരുടെ മനസ്താപത്തിനേക്കാൾ, അവരുടെ ശാപത്തിനേക്കാൾ സന്ധ്യയും വിളക്ക് വെക്കലും ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന്റെ എമർജൻസി എത്രയാണെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു കൈ സഹായിച്ചാൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. അതാണ് എൻ്റെ യുക്തി, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ആഴ്ചയുടെയും
സമയത്തിൻ്റെയും പേരും പറഞ്ഞ് കഷ്ടപ്പെട്ട് മരിക്കാനിരിക്കുന്ന ഒരാൾക്ക് ഒരു സഹായം കൊടുത്തില്ലെങ്കിൽ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ജന്മം കഴിഞ്ഞാലും ആ പാപത്തിന് പരിഹാരമില്ല. അപ്പോൾ ഒരു എമർജൻസി ആപത്ത് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സഹായിക്കുക. വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്തതാണെങ്കിൽ നാളെ വരുമെന്ന് പറയാം. നാളേക്ക് വേണ്ടതോ മറ്റന്നാളേക്ക് വേണ്ടതോ അവർ മുൻകൂറായിട്ട് ചോദിക്കാൻ വന്നിട്ടുണ്ടാവാം. അപ്പോൾ പറയുക നമ്മൾ നാളെ വരൂ. അല്ല ഇപ്പൊ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ആള് മരിച്ചു പോകും എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കുക. അത് ഏത് പാതിരായിക്കാണെങ്കിലും. അതാണ് മനുഷ്യർക്ക് ചെയ്യാവുന്ന സേവ. അതാണ് നൃയജ്ഞം, അതിഥി യജ്ഞം എന്നൊക്കെ പറയണം. മറ്റത് ഭൂതയജ്ഞം എന്ന് പറഞ്ഞത് പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ സസ്യജാലങ്ങളെയൊക്കെ രക്ഷിക്കുക, സംരക്ഷിക്കുക. അതിനു വേണ്ട ഭക്ഷണവും വെള്ളവും വളവും ഒക്കെ കൊടുത്ത് രക്ഷിക്കുക. ഇപ്പൊ ഇതാ വേനൽക്കാലം സസ്യജാലങ്ങളൊക്കെ ഉണങ്ങിപ്പോകുന്നുണ്ടാവും. അതിൽ ആവുമെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ വെള്ളം എത്തിക്കുക. അതുപോലെ പക്ഷികളും മറ്റു മൃഗങ്ങളും ഒക്കെ വെള്ളം കിട്ടാതെ അലയുന്നുണ്ട്. അവർക്ക് എവിടെയെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ പണ്ട് നമ്മുടെ ആൾക്കാരുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നു. പണ്ട് പശുക്കൾക്ക് വേണ്ടിയിട്ട് വഴിനീളെ വലിയ വലിയ കല്ലുകൊണ്ടുള്ളതായിട്ടുള്ള തൊട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. കാരണം കല്ലാവുമ്പോൾ പശുക്കൾ തട്ടിയും മുട്ടിയും പൊട്ടില്ല. അപ്പോൾ ഓരോ വീട്ടിലും അരി കഴുകിയ വെള്ളവും കഞ്ഞിയുടെ വെള്ളമൊക്കെ അതിൽ കൊണ്ടുവന്ന് ഒഴിച്ചു വെക്കാം. ഒരു 4-5 വീട്ടിന് പൊതുവായിട്ട് ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു കല്ലിൻ്റെ തൊട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പശുവിന് വേണ്ട വെള്ളം ഒഴിച്ചു വെച്ചാൽ ആ വഴിക്ക് പോകുന്ന പശുക്കൾ അത് കുടിച്ചിട്ട് പോകും. അതുപോലെ മനുഷ്യർക്ക് വേണ്ടി തണ്ണീർ പന്തലിട്ട് ഒരു വെള്ളത്തിൻ്റെ പാത്രം അല്ലെങ്കിൽ സംഭാരം അങ്ങനെ എന്തെങ്കിലും വെള്ളങ്ങൾ കൊടുക്കുന്ന സൗകര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. അതുപോലെ രാത്രികാലങ്ങളിൽ ദൂരയാത്ര ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് തങ്ങാനായിക്കൊണ്ട് പെരുവഴി അമ്പലം എന്ന് പറഞ്ഞ് സത്രങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. ഇന്നത്തെ പോലെ ഹോട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് അന്നവും താമസവും അവരുടെ ശൗചാദികളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ശബരിമല യാത്രക്കാരൊക്കെ വഴിയിൽ വിരിവെക്കുന്നില്ലേ? പല ഭാഗത്തും അവരുടെ കെട്ടിറക്കി വിശ്രമിക്കുന്ന ആ രീതിയിൽ പണ്ടൊക്കെ യാത്രക്കാർക്ക് വേണ്ടി ചെയ്തിരുന്നു. അപ്പം ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ പൊതുവായിട്ടുള്ള കുളങ്ങൾ, കിണറുകൾ, വഴികൾ, വിദ്യാലയങ്ങൾ, ദേവാലയങ്ങൾ ഇതൊക്കെ പണിയുന്നതൊക്കെ നൃയജ്ഞത്തിൻ്റെ ഭാഗമാണ്. അതിന് പൂർത്തകർമ്മങ്ങൾ എന്ന് പറയും വേദഭാഷയിൽ അല്ലെങ്കിൽ സ്മൃതിയുടെ ഭാഷയിൽ. ഇഷ്ടാപൂർത്തങ്ങൾ എന്ന് പറയുന്നതിൽ ഇഷ്ടികർമ്മങ്ങൾ എന്നാൽ ദേവയജ്ഞമാണ്, പൂർത്തകർമ്മങ്ങൾ എന്നാൽ സാമൂഹ്യ സേവന കർമ്മങ്ങളാണ്. അപ്പം ഇതൊക്കെ യജ്ഞങ്ങളിൽ പെടുന്നതാണ്. അതാണ് ദേവയജ്ഞാദീ നിർവർത്തിയ എന്ന് പറഞ്ഞത്. ദേവയജ്ഞം മുതലായ യജ്ഞങ്ങളെ നിർവർത്തിക്കുക, പൂർത്തീകരിച്ചിട്ട് തത്ശിഷ്ടം അശനം അമൃതാക്യം അശിതും ശീലം യേഷാം. അതിൽ ശേഷിച്ചത് അശനം, അമൃതാക്യം. അതിന് പേര് അമൃതം എന്നാണ്. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ അതിനെ അമൃതം, പ്രസാദം എന്ന് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുന്നു. അതിന് വൈദിക ഭാഷയിൽ അമൃതം എന്നാ പറയുക. അതാണ് അമൃതം. അങ്ങനെയുള്ള അമൃതം അശിതും ശീലം യേഷാം. അത് അത് ഭക്ഷിക്കുന്ന ശീലം ആർക്കാണോ അവർ യജ്ഞശിഷ്ടാശിനഃ, അവർ സന്തഃ സജ്ജനഃ മുച്യന്തേ സർവകിൽബിഷൈഹി സർവപാപൈഹി. സർവപാപങ്ങളിൽ നിന്നും അവർ മുക്തരായിത്തീരുന്നു എന്ന് പറയുന്നു. ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുന്നുണ്ട്, ചുല്യാദി പഞ്ചസൂനാകൃതൈഹി പ്രമാദകൃത ഹിംസാദി ജനിതൈഹി ച അന്യൈഹി. ഇവിടെ ചുല്യാദി പഞ്ചസൂനാകൃതൈഹി. സൂന എന്ന് പറഞ്ഞാൽ ഹിംസയാണ്. പഞ്ചസൂന 5 തരത്തിലുള്ളതായിട്ടുള്ള ഹിംസ. അപ്പോൾ പഞ്ചസൂന എന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള ഹിംസകൾ. അത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു. ചുല്യാദി എന്ന് പറഞ്ഞു. ഇവിടെ ചുല്യം എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടത് പഞ്ചസൂന ഗൃഹസ്ഥസ്യ ചുല്ലി പേഷണ്യുപസ്കരഃ കണ്ഡനീച ഉദകുംഭശ്ച ബധ്യതേ യാസ്തു വാഹയൻ. എന്തൊക്കെയാണ് പഞ്ചസൂനാഹ? ഗൃഹസ്ഥസ്യ, ഒരു ഗൃഹസ്ഥന് 5 ഹിംസാപാപങ്ങൾ വന്നു ചേരുന്നു.
ചുല്ലി പേഷണി ഉപസ്കരഹ കണ്ഡനി ച ഉദകുംഭശ്ച. 5 കാര്യങ്ങൾ എന്തൊക്കെയാണത്? അവിടെ ചുല്ലി, ചുല്ലി എന്ന് പറഞ്ഞാൽ അടുപ്പ്. ഇവിടെ ചുല്ലി എന്നുള്ളതിന് അടുപ്പാണ് പര്യായം. അതുപോലെ പേഷണി എന്ന് പറഞ്ഞാൽ അരകല്ല്, അമ്മി. പേഷണം ചെയ്യുന്നത്, പേസ്റ്റാക്കുന്നത് അമ്മി. അതുപോലെ ഉപസ്കരം എന്ന് പറഞ്ഞാൽ ചൂല്, ഉപസ്കരം ചൂലാണ്. കണ്ഡനി എന്ന് പറഞ്ഞാൽ ഉരല്, ധാന്യങ്ങളൊക്കെ പൊടിക്കുന്നത്, കണ്ടനം ചെയ്യുന്നത് കൊണ്ട് കണ്ഡനി. ഉദകുംഭം എന്ന് പറഞ്ഞാൽ ജലകുംഭം, വെള്ളം കോരുന്ന കുടം. അപ്പം ഇങ്ങനെ 5 കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അടുപ്പ്, അമ്മി, ചൂല്, ഉരല്, കുടം. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഗൃഹസ്ഥന്റെ ഹിംസാസ്ഥാനങ്ങളാണിത് എന്നാ പറയണത്. പഞ്ചസൂന ഗൃഹസ്ഥസ്യ ചുല്ലി പേഷണ്യുപസ്കരഃ കണ്ഡനീച്ച ഉദകുംഭശ്ച ബദ്ധ്യതേ യാസ്തു വാഹയൻ. യാസ്തു വാഹയൻ, ഇവയെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ആളുകള് ബദ്ധ്യതേ എന്ന് പറഞ്ഞാൽ പാപത്താൽ ബന്ധിക്കപ്പെടുന്നു. പഞ്ചസൂന ബദ്ധ്യതേ എന്നാണ്. 5 പാപങ്ങൾ അവനെ ബാധിക്കുന്നു, ബന്ധിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടുകളായിട്ട് വേറെ പലതുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെഷീനുകളാണ്. അത് കൂടുതൽ അപകടകാരികളായിരിക്കാം ചിലപ്പോൾ. പലതിനും ഉപയോഗിക്കുന്ന മെഷീനുകൾ ഇതിനേക്കാളൊക്കെ നമ്മുടെ ശ്രദ്ധയില്ലാതെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവജാലങ്ങൾക്ക് ഹാനികരം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനാദികളൊക്കെ അന്നിത്രയും ഉപദ്രവം ഉണ്ടായിരുന്നില്ല. അപ്പൊ യന്ത്രങ്ങളൊക്കെ ചലിപ്പിക്കുമ്പോൾ എത്രയോ ജന്തുക്കൾ അറിയാതെ ഹിംസിക്കപ്പെടും. അതാണ് പഞ്ചസൂനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ചുല്യാദി പഞ്ചസൂനാകൃതൈഹി പ്രമാദകൃത ഹിംസാദി ജനിതൈഹി. പ്രമാദകൃതം എന്ന് പറഞ്ഞാൽ അശ്രദ്ധ കൊണ്ട് ചെയ്യപ്പെടുന്ന ഹിംസാദി ജനിതൈഹി, പലതരത്തിലുള്ള ഹിംസകളും അതിൽ നിന്ന് ജനിക്കുന്നതും അല്ലാത്തതും അന്യൈഹീച്ച മറ്റു പല പ്രകാരത്തിലും വന്നു ചേരുന്ന പാപങ്ങൾ, അതാണ് കിൽബിഷങ്ങൾ. ആ പാപങ്ങളിൽ നിന്ന് മുക്തരാവുന്നു എന്ന്. എന്നിട്ട് പറയുന്നു ഏതു ആത്മംബരയ, ആരാണോ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ, ആത്മംബരയ എന്ന് പറഞ്ഞാൽ അവനവന്റെ കാര്യം മാത്രം നോക്കുന്നവര്, ഭുഞ്ചതേ തേതു അകം, അകം പാപം, സ്വയം അഭി പാപാഹ, അവർ സ്വയം പാപികളാണ്, അവർ ഭുജിക്കുന്നത് പാപമാകുന്നു. പചന്തി പാകം നിർവർത്തയന്തി, ആരാണോ പാചകം ചെയ്യുന്ന ആർക്ക്, ആത്മകാരണാത് ആത്മഹേതോഹോ, അവനവന് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നവൻ അവൻ പാപിയാണ്, അവൻ പാപത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവന്റെ ദുഃഖങ്ങൾ ഒരിക്കലും തീരാത്തത്, അവന്റെ രോഗാദി ദുരിതങ്ങൾ ഒരിക്കലും ശമിക്കാത്തത്. അവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലമാണ്. അവൻ സ്വയം പാപം ചെയ്ത് അത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാതെ അനുഭവിക്കുന്നത് കൊണ്ട് മുഴുവൻ പാപവും അവൻ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ പാപകർമ്മ യുക്തരായിട്ടുള്ള അവര് ആ പാപങ്ങളുടെ ഫലമായ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ നിരന്തരം അനുഭവിക്കുന്നു. മാത്രമല്ല അവർ കൂടുതൽ കൂടുതൽ സ്വാർത്ഥരും ഇതുപോലെ അഹങ്കാരികളുമായി മാറി വരും. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും അവർക്ക് മുക്തി കിട്ടില്ല. ഇത് കൂടിക്കൂടി വരികയല്ലേ. അപ്പൊ മുക്തന്മാരാവുകയില്ല എന്നർത്ഥം. അവർക്ക് ശ്രേയസ് ഉണ്ടാവില്ല, അവർ നശിച്ചുകൊണ്ടേയിരിക്കും. അസുര സ്വഭാവം വർദ്ധിച്ചു വരും. ഇന്നത്തെ ലോകത്തുള്ള അസുര സമാനന്മാരായിട്ടുള്ള ആളുകളായിട്ട് മാറും. യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഗം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. തുടർന്ന് നാളെ കാണാം. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ തുടരാം. ഹരി ഓം. നാളെ ഞായറാഴ്ചയാണ്, എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും. ഹരി ഓം.